ഇതിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള സോണിയച്ചൻ, കൊച്ചമ്മ, വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള ഈ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ നിങ്ങളോടൊരുമിച്ച് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാനും ദൈവവചനം അറിയിപ്പാനും കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാനും ലഭിച്ച വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം അവസരം നൽകി തന്ന പ്രിയപ്പെട്ട സോണിയച്ചൻ, എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനോട് ചേർന്ന് ഇങ്ങനൊരവസരം ഒരിക്കൽ കൂടെ ലഭിച്ചല്ലോ, പ്രത്യേക നന്ദി സ്നേഹവും അറിയിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനുമായി ദീർഘവർഷത്തെ സ്നേഹബന്ധം, ശുശ്രൂഷയുടെ ബന്ധമുണ്ട്. അച്ഛനാദ്യമായി പട്ടമേറ്റ് കടന്നുപോയ കണ്ണൂർ അറബി എന്ന് പറയുന്ന ദേവാലയത്തിലാണ് ആദ്യമായിട്ട് അച്ഛൻ്റെ കൺവെൻഷൻ ശുശ്രൂഷയിൽ ഞാൻ സംബന്ധിച്ചു. തുടർന്ന് അച്ഛൻ പ്രവർത്തിച്ചതായിട്ടുള്ള എല്ലാ ഇടവകയിലും അച്ഛനോട് ചേർന്ന് കർത്താവിനെ സാക്ഷിപ്പാനുമിടയായത് നന്ദിപൂർവ്വം ഓർക്കട്ടെ. കർത്താവ് നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഈ രാത്രിയിലെ നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. 2 തീമോഥെയോസ് 2:8. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഒരു വാക്കോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയോ വിചിത്രമേശു രക്ഷക, എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ, ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയോ വിചിത്രമേശു രക്ഷക, എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. ദൈവമായ കർത്താവേ, എത്രയോ ദൂരം ഞങ്ങൾ അങ്ങേ വിട്ട് ഓടിപ്പോയവരാണ്. നിൻ്റെ സ്നേഹം ഞങ്ങളെ കാത്തിരുന്നതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി പോരെ കർത്താവേ. നമ്മുടെ ശിരസ്കരായി ക്രൂശിന് ചവിട്ടി ഞങ്ങൾ നിൽക്കുകയാണ്. നിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ സ്നേഹം എന്തെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ ലോകത്തിൽ ആർക്കും കഴിയില്ലെങ്കിലും നീ പിന്തുടരുന്ന പാതകളെ പിന്തുടരുവാൻ ഉള്ള ശ്രമമെങ്കിലും നടത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ ദേവാലയത്തിനായി നന്ദിയോടെ സ്തോത്രം. 152 വർഷക്കാലം നിൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചല്ല കർത്താവേ. നല്ലൊരു ആലയം അവർക്കായിട്ട് കൊടുത്തല്ലോ. വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായ ദേശത്ത് നിലനിൽക്കാൻ ഇടയാക്കിയതോർത്ത് സ്തോത്രം. കർത്താവേ, ഈ ദേവാലയത്തെ ഇന്ന് നയിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനായി കൊച്ചമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു, അമ്മച്ചിക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കായി നന്ദിയോടെ സ്തോത്രം. കടന്നു വരുവാൻ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാതെ പോയവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് തൊടുമാറാകണമേ, ആശ്വസിപ്പിക്കുമാറാകണമേ. ഇന്ന് രാത്രിയിലെ വചന കേൾവി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ. ഭക്തന്മാരെ മറച്ച ക്രൂശിൻ്റെ മറവിൽ ഏഴയെ മറയ്ക്കണമേ. ഇന്ന് രാത്രിയിൽ ദൈവപുത്രൻ മഹത്വപ്പെടുവാനിടയാകണമേ. ക്രിസ്തുയേശു മൂലം ചോദിക്കുന്നു, കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവാണ് സുവിശേഷം.
സുവിശേഷത്തിന് പറയുന്ന മറ്റൊരു ലളിതമായ പദം നല്ല വാർത്ത എന്നാണ്. എത്രയോ വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും വർത്തമാന പത്രങ്ങളിലൂടെയും നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ കേൾക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ വാർത്തകളും നമുക്ക് ഒരുപോലെ നല്ല വാർത്തകൾ അല്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടിയതായ ദിനപത്രത്തിൽ കമ്പ്യൂട്ടറിന് 50% വിലക്കുറവുണ്ട് എന്നൊരു വാർത്തയുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നല്ല ഒരു വാർത്തയാണ്. കമ്പ്യൂട്ടർ വേണ്ടാത്തവർക്ക് അതൊരു വാർത്ത പോലും ആകുന്നില്ല. മറിച്ച് 2 രൂപയുടെ അരി 50 കിലോ കൊടുക്കുന്നുണ്ട് എന്നൊരു വാർത്തയുണ്ടെങ്കിലോ 2 രൂപയുടെ അരി ലഭിക്കുന്നവർക്ക് അത് നല്ല ഒരു വാർത്തയാണ്. അത് വേണ്ടാത്തവർക്ക് അതൊരു വാർത്ത പോലും ആകുന്നില്ല. ലോകത്തിലുള്ള എല്ലാ വാർത്തകളും എല്ലാവർക്കും നല്ല വാർത്തകൾ അല്ലാതായിരിക്കുമ്പോൾ ലോകത്തിൽ എല്ലാവർക്കും സ്വീകരിപ്പാൻ കഴിയുന്ന, എല്ലാവരെയും സ്വീകരിപ്പാൻ കഴിയുന്ന ഒരേ ഒരു വാർത്ത കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ്. അവനിയുടെ എല്ലാ കോണുകളിലും അഖില ഭാഷകളിലും അവിരാമം പ്രഘോഷിക്കപ്പെടുന്ന ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ലോകത്തിൽ ഒരുവൻ്റെ പിന്നാലെ ജനകോടികൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തിൽ ഒരുവനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരെയും കുറിച്ചല്ല, നസ്രയത്തുകാരനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഒരു കാലഘട്ടത്തിൽ സുവിശേഷത്തിൻ്റെ വാതായനങ്ങൾ അടയപ്പെട്ട അനവധി ലോകരാജ്യങ്ങളിൽ ഇന്ന് രഹസ്യമായും പരസ്യമായും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇറാൻ, ഇറാഖ്, കൊറിയ, ചൈന, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളിൽ സുവിശേഷം രഹസ്യമായി ശക്തമായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ നമ്മളൊരു വാർത്ത വായിച്ചു. ഒരു കത്തോലിക്ക ബിഷപ്പ് സൗദി അറേബ്യയിലേക്ക് വരികയുണ്ടായി. ആ രാജ്യത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. അവരോടുകൂടി അവിടുത്തെ 3 ദിവസം പാർത്ത് അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ചകൾ നടത്തി അദ്ദേഹം മടങ്ങിപ്പോയി. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നു. താമസം വിന സൗദി അറേബ്യയിൽ വീണ്ടും ക്രൈസ്തവ ദേവാലയങ്ങൾ ഉയർന്നു വരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സൗദി അറേബ്യയിൽ പോയിട്ടുള്ളവർക്കും ജീവിച്ചിട്ടുള്ളവർക്കും അറിയാം, സുവിശേഷത്താൽ പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ, കൂട്ടായ്മ നടത്തിയതിൻ്റെ പേരിൽ അനവധി ദൈവമക്കളെ പിടിച്ച് ചാട്ടവാറടി കൊടുത്ത് തലമുട്ടയടിച്ച് നാടുകടത്തിയ രാജ്യം സുവിശേഷത്തിനായി വാതിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ യേശുക്രിസ്തുവിൻ്റെ നാമം ഇങ്ങനെ പടർന്ന് പന്തലിക്കുവാൻ കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ്റെ നിസ്തുല്യതയാണ്. പകരം വെക്കുവാൻ മറ്റാരുമില്ലാത്തവനായി ഉന്നതനായിരിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയും നമ്മൾ പഠിക്കാൻ പോകുന്നു, എന്തുകൊണ്ടാണ് ഈ യേശു കർത്താവിനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്നും പ്രഘോഷിക്കുന്നത്? വേറെ രീതിയിൽ പറഞ്ഞാൽ, ഏതൊക്കെ മേഖലകളിലാണ് യേശു കർത്താവ് നിസ്തുല്യനായിരിക്കുന്നത്? ഈ ഓണക്കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളുടെ പ്രദേശത്തൊരു ആത്മീയ ശുശ്രൂഷയുണ്ടായിരുന്നു. ഓണവാര വേല. CSI, സാൽവേഷൻ ആർമി, മാർത്തോമ സഭ, ഇവർ 3 ചേർന്നുകൊണ്ട് നടത്തിയൊരു ശുശ്രൂഷയാണ്. കവലകളോർന്ന് നിന്ന് പാട്ടുകൾ പാടും, സാക്ഷ്യങ്ങൾ പറയും, ദൈവവചനം പ്രഘോഷിക്കും. അങ്ങനെ ദൈവവചനം പ്രഘോഷിക്കാൻ അവസരം കിട്ടിയ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ പ്രസംഗിക്കാറുള്ളൊരു മെസ്സേജാണ് യേശു ക്രിസ്തു നിസ്തുല്യൻ എന്നുള്ളത്. അത് കേവലം ജാതികളോടാണ് പറയുന്നത്. എന്നാൽ ആത്മീയ പാരമ്പര്യമുള്ള നിങ്ങളുടെ മധ്യം നിന്നുകൊണ്ട് യേശു കർത്താവിനെക്കുറിച്ച് പിന്നെയും പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഇതാണ്: ഞാനും നിങ്ങളും ഈ യേശു കർത്താവിന് എത്രയും ഗൗരവം കൊടുക്കുന്നുണ്ട്. യേശു കർത്താവ് നമുക്ക് ആരാണ് പ്രിയപ്പെട്ടവരെ? കേവലം വിശുദ്ധ ദിവസമൊന്നും ദേവാലയത്തിൽ വരുവാൻ മാത്രമുള്ള ഒരു നാമമാണോ യേശുവിൻ്റെ നാമം? അതിനപ്പുറമായി നമ്മുടെ ജീവിതത്തോട്, പ്രവർത്തന മണ്ഡലങ്ങളോട്, തൊഴിലിടങ്ങളോട്, നമ്മുടെ ജോലി മേഖലകളോട്, പഠന മേഖലകളോട് കർത്താവിനെ സാക്ഷിക്കുവാൻ, ചേർത്ത് വെക്കുവാൻ നമുക്കിടയാകുന്നുണ്ടോ? 3-4 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന് വെളിയിലൊരു ദേവാലയത്തിൽ കടന്നുപോയി. അവിടുത്തെ ശുശ്രൂഷയ്ക്കായി ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമുള്ളൂ: സഹോദര, നിങ്ങളിവിടെ വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ പാട്ട് പാടേണ്ടത് നിങ്ങളായിരിക്കണം, മധ്യസ്ഥ പ്രാർത്ഥന എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളായിരിക്കണം, പ്രസംഗിക്കേണ്ടതും നിങ്ങളായിരിക്കണം, പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതും നിങ്ങളായിരിക്കണം, സ്തോത്രകാഴ്ചയ്ക്ക് പാടേണ്ടത് നിങ്ങളാണ്. ഞാൻ ആശീർവാദം മാത്രമേ പറയത്തുള്ളൂ. ഇത്രയും ശുശ്രൂഷ
എൻ്റെ ആയുസ്സിൽ ഞാനൊരു ദേവാലയത്തിൽ പോയി ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയമായിട്ട് തോന്നും. ആ ദേവാലയത്തിൽ ഇടവക്കാരില്ലേ, ആളുകളില്ലേ, അവിടെ കൊയറില്ലേ? എന്താണ് പ്രശ്നം? ആ ഇടവകയിൽ 2 ഗ്രൂപ്പാണ് പ്രിയരെ ആളുകൾ. കേവലം 90 ഭവനങ്ങൾ മാത്രമുള്ള ദേവാലയമാണ്. എന്നാൽ അവിടെ എന്തുകൊണ്ടാണ് ആളുകൾ ഗ്രൂപ്പായി മാറിയത്? നിസ്സാരമായ ഒരു കാര്യം, എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഗൗരവമുള്ള ഒരു വിഷയമാണ്. എല്ലാ വർഷവും ആ ദേവാലയത്തിൽ ഓണക്കാലഘട്ടങ്ങളിൽ ഓണാഘോഷ പരിപാടി ക്രമീകരിക്കാറുണ്ട്. നല്ലതാണ്. കേരളത്തിന് വെളിയിലൊക്കെ പാർക്കുന്നവർ അവരുടെ നാടിനെ ഓർക്കുന്നതായ ഉത്സവങ്ങളിൽ പങ്കാളികളാവുന്നു, നല്ലത് തന്നെയാണ്. ഞാനതിനെയൊന്നും തെറ്റു പറയുന്നില്ല. എന്നാൽ ഈ പള്ളിക്കൊത്തിരി ബൗണ്ടറികളൊന്നുമില്ല. ഈ പരിപാടികളെല്ലാം ഇവർ നടത്തുന്നത് പള്ളിക്കകത്താണ്. അൽത്താരയുടെ മുന്നിൽ അവർ അത്തപ്പൂ ഇടും, അതിൻ്റെ നടുക്ക് നിലവിളക്ക് കൊളുത്തി വെച്ച് കത്തിക്കും. സ്ത്രീകളൊക്കെ സെറ്റ് സാരിയൊക്കെ ഉടുത്തുകൊണ്ട് വന്ന് മലയാളി മംഗമാരായി ആ അത്തപ്പൂവിന് ചുറ്റും കിടന്ന് തിരുവാതിര കളിക്കും. എന്തെല്ലാം ഓണാഘോഷ പരിപാടികളുണ്ടോ അതെല്ലാം ഈ പള്ളിക്കകത്താണ് ക്രമീകരിക്കുന്നത്. അത് വർഷം തോറും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് അല്പം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പട്ടക്കാരൻ അവിടെ വന്നപ്പോൾ 1-ാം വർഷം അങ്ങനെ അങ്ങ് കടന്നുപോയി. ഇവർ ഈ പള്ളിക്കകത്ത് കാണിക്കുന്നതൊക്കെ കണ്ട് വേദനയുണ്ടായ അച്ഛൻ അടുത്ത വർഷം വന്നപ്പോൾ അവരോടൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഓണാഘോഷ പരിപാടി നടത്തുന്നതിൽ ഞാൻ എതിരല്ല, നമുക്കിത് നടത്താം. എന്നാൽ നിങ്ങളിത് ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് നടത്തരുത്. നമ്മൾ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് ആർപ്പ് വിളിക്കുമ്പോൾ, ഇറോ പറയുമ്പോൾ ഈ ചുറ്റുപാടുള്ള ഹിന്ദിക്കാരായ ആൾക്കാർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മൾ എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? ഓണത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുവാനല്ല ദൈവം നമ്മളെ ഒരുമിച്ച് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുവാനാണ്. അച്ഛൻ 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. 1-ാമത്തെ നിർദ്ദേശം അച്ഛൻ പറഞ്ഞു, ഇവിടെ മലയാളി സമാജക്കാരുണ്ട്, അവർ ഓണാഘോഷ പരിപാടികൾ ക്രമീകരിക്കാറുണ്ട്. നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ കൊടുത്ത് അവരോടുകൂടെ ചേർന്ന് നമുക്ക് ഓണാഘോഷ പരിപാടി നടത്താം. അതവർക്ക് സ്വീകാര്യമല്ല. അച്ഛൻ 2-ാമത് നിർദ്ദേശം വെച്ചു, കേവലം 2000 രൂപ കൊടുത്താൽ ഇവിടെ ഓഡിറ്റോറിയം വാടകയ്ക്ക് കിട്ടും. ആ ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് നമുക്ക് ഓണാഘോഷ പരിപാടി നടത്താം. അതും അവർക്ക് സ്വീകാര്യമായില്ല. കമ്മിറ്റിയിൽ വലിയ പ്രശ്നങ്ങളാകുന്നു. ഇടവസംഘത്തിലേക്ക് വിഷയം വെക്കുന്നു. ഇടവസംഘത്തിൽ ഐക്യത കിട്ടുന്നില്ല. അവസാനം ഭദ്രാസന തിരുമേനിക്ക് നിർദ്ദേശം കൊടുക്കുക ആവശ്യപ്പെടുന്നു. തിരുമേനിയുടെ നിർദ്ദേശം ആ ഓണാഘോഷ പരിപാടി താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നടത്തിയതിനെ നടത്താതിരിക്കുവാൻ ഒരു അച്ഛൻ വന്നിരിക്കുന്നു എന്ന പ്രശ്നങ്ങളാണ്. എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താൽ വലിയ വിമർശനങ്ങളാണ് അവിടെ പള്ളിയിൽ. 4 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് സമാപന ദിവസം ഇടവക ദിനവും കഴിഞ്ഞു. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അച്ഛൻ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരെ അയച്ചു. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പാത്രമെടുത്തുകൊണ്ട് ഭക്ഷണത്തിന് നിൽക്കുമ്പോൾ അവരുടെ മാതാപിതാക്കന്മാർ ഇങ്ങോട്ട് ഓടി വന്ന് ഈ പാത്രമെടുത്ത് വലിച്ചൊരേറ് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെയും കാറിൽ വിളിച്ചുകൊണ്ട് കയറ്റിക്കൊണ്ട് പോകുകയാണ്. ആ പോകുന്ന വഴിയിൽ ആ കുഞ്ഞുങ്ങൾ അപ്പനോടും അമ്മയോടും ചോദിക്കും, എന്തുകൊണ്ടാണ് പള്ളിയിൽ വിളമ്പിയ ആഹാരം നമ്മൾ കഴിക്കാഞ്ഞത്? അവരെന്ത് മറുപടി ആ കുഞ്ഞുങ്ങളോട് പറയുമെന്ന് ഇന്ന് രാത്രിയിലും എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് രാത്രി ചോദിക്കട്ടെ പ്രിയപ്പെട്ട പ്പെട്ടവരെ, നമ്മുടെ ചില പള്ളികളിൽ ഓണാഘോഷ പരിപാടിക്ക് കൊടുക്കുന്ന ഗൗരവമെങ്കിലും നസ്രയത്തുകാരനായ യേശു ക്രിസ്തുവിന് കൊടുക്കുന്നുണ്ടോ? എനിക്കൊരു കാര്യം അറിയാം. ഇപ്പോൾ ഇവിടെ ഓണാഘോഷ പരിപാടി ക്രമീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 60 യുവനസഖ്യക്കാരെങ്കിലും കൂടി വരും. പ്രിയപ്പെട്ടവരെ, ജീവന്റെ വചനം പ്രഘോഷിക്കുന്ന ദൈവവചനത്തിൻ്റെ മുന്നിൽ എവിടെയാണ് നമ്മുടെ യൗവനക്കാർ? ഇന്ന് രാത്രി മറന്നു പോകല്ലേ. ആരാണ് യേശു ക്രിസ്തു? പ്രിയരെ, കേവലം ഒന്ന് കൂടി വരുവാൻ മാത്രമുള്ള ഒരു നാമധേയ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പേരല്ല യേശു. അവൻ നമ്മുടെ ജീവൻ്റെ അടിസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് യേശുവിനെ പ്രഘോഷിക്കുന്നത്? നമുക്ക് വേഗത്തിലങ്ങ് പറഞ്ഞു പോകാം. ഒന്ന്, ഈ കർത്താവിനെ പോലെ ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള വേറെ ആരുമില്ല. അവൻ്റെ ജനനത്തിൻ്റെ നിസ്തുല്യതയാണ്. ഈ ലോകം എത്രമാത്രം അന്ധകാരത്തിലൂടെ കടന്നുപോയൊരു ലോകമാണ്. ഈ ലോകം അന്ധകാരത്തിലൂടെ കടന്നു പോകുവാൻ 2 കാരണങ്ങളുണ്ടായി എന്നുള്ളത് നമുക്കറിയാം. 1-ാമത്തെ കാരണം, മനുഷ്യൻ പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. അതിൻ്റെ ഫലമായി ഈ ലോകം അന്ധകാരത്തിലേക്ക് വീണുപോയി. എന്നാൽ അന്ധകാരത്തിൽ വീണ മനുഷ്യനെ മടക്കി വരുത്തുവാൻ സർവശക്തനായ ദൈവം പരിശ്രമിക്കുമ്പോൾ മനുഷ്യൻ 2ാമതൊരു തെറ്റ് ചെയ്തു. അത് നമ്മളത്ര ശ്രദ്ധിക്കാത്തൊരു തെറ്റാണ്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള നാൽക്കാലി, ഇഴജാതി, പറവജാതി, മനുഷ്യജാതി എന്നിവയോട് സാദൃശ്യപ്പെടുത്തി അവയുടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. അവയുടെ മുമ്പിൽ വീണുകൊണ്ട് മനുഷ്യൻ പറഞ്ഞു, നീയാണ് ഞങ്ങളുടെ ദൈവം. അതോടുകൂടെ ഈ ലോകത്തിൻ്റെ തകർച്ച പൂർണ്ണമായി. എന്നാൽ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അനവധി ഗുരുക്കന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ, ദൈവമേ, ഇത് അന്ധകാരം നിറഞ്ഞ ലോകമാ, നീ ഞങ്ങളെ ഒന്ന് വെളിച്ചത്തിലോട്ട് നയിക്കണമേ. ഇത് മരണമുള്ള ലോകമാണ്, മരണമില്ലാത്ത അവസ്ഥയിലോട്ട് ഞങ്ങളെ നയിക്കണമേ.
തരണമേ. ദൈവമേ, ഇത് വഴിയറിയാത്ത ലോകമാ, ഞങ്ങൾക്ക് വഴി നീ കാണിച്ചു തരണമേ. പ്രാർത്ഥന കേട്ട വലിയവനായ ദൈവം അരുളി ചെയ്തു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞാൻ വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? 40-ാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയതുപോലെ. എന്താണ് പുസ്തകച്ചുരുളിൽ അവനെക്കുറിച്ച് എഴുതിയത്? യെശയ്യാ 7:14 പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ നിർച്ചമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. അപ്പൊ ശ്രദ്ധിക്കുക, തൻ്റെ ജനനത്തിനും ജീവിതത്തിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവാചകന്മാരാൽ വിളിച്ചു പറയപ്പെട്ടതുപോലെ തന്നെ കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തരംതിരിച്ചുകൊണ്ട് കാലഘട്ടത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന നിസ്തുല്യനാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് എന്നാണ് ക്രൂശിതനായെന്നറിയാമോ? ഒരുപാട് ചരിത്ര പുസ്തകങ്ങളിൽ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഒരു ദിനപത്രത്തിൽ ഒരു ഞായറാഴ്ച സപ്ലിമെൻ്റ് പേജാണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഒരു ക്രൂശിതമായ ഒരു ഫോട്ടോയൊക്കെ ഇട്ടുകൊണ്ടൊരു വാർത്ത. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, AD 33 ഏപ്രിൽ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച പകലാണ് നസ്രയത്തുകാരനായ യേശുവിനെ യഹൂദന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി റോമാ ഗവൺമെൻറ് ക്രൂശിലേറ്റിയതെന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ സാഹചര്യത്തെളിവിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇതൊരു അമ്മൂമ്മക്കഥയല്ല, ഇതൊരു കെട്ടുകേൾവിയല്ല. ചരിത്രത്തിൻ്റെ താളുകളിലൂടെ അവിടെ നിന്നും ജീവിക്കുന്നവനായതുകൊണ്ട് ഈ യേശുവിനെ ഇന്നും പ്രഘോഷിക്കുന്നത്. 2, യേശു കർത്താവിനെ പ്രഘോഷിക്കുന്നതിൻ്റെ കാരണം എന്താണ്? യേശു കർത്താവിനെ പോലെ വിശുദ്ധിയോടുകൂടെ ഈ ലോകത്ത് ജനിച്ച് ജീവിച്ചിട്ടുള്ള വേറെ ആരുമില്ല. യേശു കർത്താവ് 2 രീതിയിൽ വിശുദ്ധനാണ്. 1, ജന്മം കൊണ്ട് അവിടുന്ന് വിശുദ്ധൻ. 2, ജീവിതം കൊണ്ട് അവിടുന്ന് പരിശുദ്ധൻ. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, അശുദ്ധനൊന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല എന്ന് പറഞ്ഞാൽ ആദാമിൻ്റെ സന്തതിയായി ലോകത്ത് ജനിക്കുന്ന സകല മനുഷ്യരും അശുദ്ധരാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ ദാവീദ് രാജാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും അമ്മമാരുടെ ഉദരത്തിൽ നാം എല്ലാവരും ഉരുവായ നാൾ മുതൽ നാം എല്ലാവരും പാപികളാണ്. പൗലോസിൻ്റെ ഭാഷ ഇങ്ങനെയാണ്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഇതുവരെയിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് പാപിയായിട്ടല്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, അവൻ പുരുഷൻ്റെ ഇഷ്ടത്താൽ വന്നവനല്ല, അവൻ ജഡത്തിൻ്റെ ഇഷ്ടത്താൽ വന്നവനല്ല, അവൻ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ കന്യമറിയാമിൻ്റെ ഉദരത്തിൽ ജന്മമെടുത്തവനായതുകൊണ്ട് അവൻ ജന്മം കൊണ്ട് പാപമില്ലാത്തവൻ. പ്രൈസ് ദി ലോർഡ്. 2, അവൻ ജീവിതം കൊണ്ട് പരിശുദ്ധൻ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാനൊരു പാപം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തെളിയിക്കാമോ എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് ഇത് വിളിച്ചു ചോദിച്ചപ്പോൾ കർത്താവിന് കേവലം 33 വയസ്സ് മാത്രം. യേശു കർത്താവിനെ വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും കുറ്റപ്പെടുത്തുവാൻ കാത്തിരുന്ന ഒരു വലിയ സമൂഹത്തിന് നടുവിൽ നിന്നുകൊണ്ട് തലയുയർത്തി പിടിച്ചുകൊണ്ട് യേശു കർത്താവ് ഇങ്ങനെ ചോദിച്ചിട്ടും അവന് മറുപടി പറയുവാൻ ആരും മുന്നോട്ട് വന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവന് പകരം നിൽക്കുവാൻ അവൻ മാത്രമേ ഉള്ളൂ. യേശു കർത്താവിൽ കുറ്റമില്ല, പാപമില്ല, തെറ്റില്ലെന്ന് ഞാനല്ല പറയുന്നത്. എത്രയോ ആളുകൾ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വളരെ വേഗത്തിലങ്ങ് പറഞ്ഞു പോകാം, റെഫറൻസ് ഒന്നും എടുപ്പിക്കുന്നില്ല, കാരണം സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. എന്നാൽ നിങ്ങൾ എണ്ണിയെടുത്തോണം. പൊന്തിയോസ് പീലാത്തോസ് യേശു കർത്താവിനെ തിരിച്ചും മറിച്ചും വിസ്തരിച്ചു. എന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുമ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യ അവർ എഴുത്തു കൊടുത്തു വിട്ടു. എഴുത്തിൻ്റെ ഉള്ളടക്കം നമുക്കറിയാം. അവൻ നീതിമാനാണ്, അവൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അവനെ വിസ്തരിച്ച ഹെരോദ രാജാവ് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു, മരണകരമാകുന്ന ഒരു കുറ്റവും ഞാൻ ഇവനിൽ കാണുന്നില്ല. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ തെറ്റു ചെയ്തു എന്ന് മനസ്സിലായപ്പോൾ ആ വെള്ളിക്കാശ് കൊണ്ട് മടക്കി കൊടുത്തിട്ട് ഇപ്രകാരം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് കാണിച്ചു കൊടുത്തത്. യേശുവിനെ ഉപദ്രവിക്കുവാൻ നേതൃത്വം കൊടുത്ത പട്ടാളക്കാരുടെ മേധാവി അതിക്രൂരമായ പീഡനങ്ങൾക്കും ക്രൂശീകരണത്തിന് ശേഷം ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇവൻ ദൈവപുത്രൻ തന്നെയാണ് സത്യം. 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചില്ലേ, അതിൽ ഒരു കള്ളൻ യേശുവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ ഒരു തെറ്റും ചെയ്യാതെയാണ് ക്രൂശിൻ്റെ മേൽ കിടക്കുന്നത്. പ്രിയരെ, ഈ പറഞ്ഞവരെല്ലാം അവൻ്റെ ശത്രു
ശത്രുക്കളാണ്, മറന്നു പോകല്ലേ. പിന്നീട് അവൻ്റെ മിത്രങ്ങൾ വിളിച്ചു പറഞ്ഞു. യേശുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം നിഴലുപോലെ ജീവിച്ച പത്രോസ് അപ്പോസ്തലനായി കഴിഞ്ഞപ്പോൾ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു: അവൻ പാപം ചെയ്തിട്ടില്ല. യേശുവിൻ്റെ മാറിൽ പലപ്പോഴും ചാരി വിശ്രമിച്ചിട്ടുള്ള, യേശുവിനെ കൂടുതൽ സ്നേഹിച്ച യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചു: അവനിൽ പാപം ഇല്ല. യേശുവിനെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രഘോഷിച്ച പൗലോസ് വിളിച്ചു പറഞ്ഞു: അവൻ പാപം അറിഞ്ഞിട്ട് പോലുമില്ല, അവൻ നിർദോഷൻ, അവൻ നിഷ്കളങ്കൻ, അവൻ പവിത്രൻ. നമ്മൾ പാടാറുണ്ടല്ലോ, പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കട്ടിത്തന്ന പാവനമാം പുണ്യനാമമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം. ഇന്ന് രാത്രിയിൽ എളമ്പൽ യെരൂശലേം മാർത്തോമ പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ട് യേശു കർത്താവിനെ കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട്, എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ പ്രഘോഷിക്കുന്നവൻ, നമ്മൾ പ്രഘോഷിക്കുന്നവൻ പാപമില്ലാതെ ഇതരയിൽ ജനിച്ച് സകല മാനവജാതിക്കും മാതൃക കാണിച്ചു കൊടുത്തവനാ. അവന് പകരം നിൽക്കുവാൻ അവൻ മാത്രമേ ഉള്ളൂ. 2000 വർഷങ്ങൾ പിന്നിടുമ്പോഴും ലോകത്തിൽ ഒരു തെറ്റും ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയാത്തതുപോലെ അജയനായി ക്രിസ്തു മുന്നേറുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് ഒരു ദൈവ പൈതലാണെന്ന് പറയുവാൻ? ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ? ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിൻ്റെ പുസ്തകം ലജ്ജകൂടാതെ പിടിച്ചുകൊണ്ട് നടക്കുവാൻ? ഞാൻ പലപ്പോഴും പറയും, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവരുടെ കൈ കൊടുത്ത് വിടുന്ന സ്കൂൾ ബാഗ്, അവരുടെ ബാഗിനകത്തെ ഭക്ഷണം, വെള്ളം, പുസ്തകം എല്ലാം കൂടെ ഒന്ന് തൂക്കി നോക്കണം. എത്ര കിലോ കാണുമെന്നറിയാമോ? 5 കിലോയിൽ ഒരിക്കലും കുറയത്തില്ല. ഇത്രയും ഭാരമുള്ള സ്കൂൾ ബാഗ് എടുത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്ന പപ്പയോടും മമ്മിയോടും വല്യപ്പച്ചനോടും വല്യമ്മച്ചിയോടും ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകുമ്പോഴെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പോകുമ്പോഴെങ്കിലും കർത്താവിൻ്റെ പുസ്തകം എടുത്തോ എന്ന് നമ്മൾ നോക്കിയോ? ഇന്ന് വളരെ തിരക്ക് കൊണ്ട് നിങ്ങളിങ്ങോട്ട് ഓടി വന്നപ്പോൾ ആരെങ്കിലും വേദപുസ്തകം എടുക്കാതെയാണ് വന്നതെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ അങ്ങനൊന്നും ഞാൻ ചോദിക്കുക. എനിക്ക് അങ്ങനൊരു ശുശ്രൂഷയില്ല, സോണിയച്ഛനറിയാം. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ചോദിക്കും, ഒരു കാര്യം ഞാൻ പറയും. നാണക്കേട് വിചാരിച്ചിട്ട് ആരെങ്കിലും ഈ പുസ്തകം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇത് നാണം കെടുത്തുന്ന പുസ്തകമല്ല, നമ്മുടെ നാണക്കേട് മാറ്റുന്ന പുസ്തകമാണ്. ഇത് ലജ്ജിപ്പിക്കുന്ന പുസ്തകമല്ല കുഞ്ഞേ, നമ്മുടെ ലജ്ജ മാറ്റിക്കുന്ന പുസ്തകമാണ്. ഇത് തല താഴ്ത്തിക്കുന്ന പുസ്തകമല്ല, നമ്മുടെ തല ഉയർത്തിക്കുന്ന പുസ്തകമാണ്. കൃപയാൽ 17ാമത്തെ വയസ്സ് മുതൽ ഈ പുസ്തകം എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നതാ. 28 വർഷക്കാലമായി ഞാൻ ഈ പുസ്തകം എടുക്കുന്നു. ഈ പുസ്തകം എടുത്തത് മണ്ടത്തരമായി എന്ന് വിചാരിപ്പാം, എൻ്റെ ആയുസ്സിൽ ഇന്ന് വരെയും എൻ്റെ ദൈവം ഇടവരുത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചില ആളുകൾ പറയും, എന്തിനാണ് ബ്രദറെ ഇത്രയും ഭാരമുള്ള പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നത്? ഞങ്ങളുടെ മൊബൈൽ ഫോണിലെ ആപ്പിനകത്തൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ. നല്ലതാണ് പ്രിയരെ, എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. ഇത് നമുക്ക് പ്രയോജനപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവവചനം കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യമില്ലാത്ത സൗദി അറേബ്യയിലും അതുപോലുള്ള രാജ്യങ്ങളിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ ഇത് നമ്മുടെ കരങ്ങളിലുണ്ടെങ്കിൽ നമുക്കൊന്ന് വായിക്കണമെന്ന് തോന്നുമ്പോൾ ഇത് വായിക്കാം. ബസ് യാത്രയിലോ ട്രെയിൻ യാത്രയിലോ നമുക്കിത് വായിക്കാം. പെട്ടെന്ന് ഒരു രോഗിയെ കാണുവാനായിട്ട് ചെന്നു, അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ ഒരു വചനം വായിക്കണമെന്ന് തോന്നിയാൽ നമുക്കത് പ്രയോജനപ്പെടും. നമ്മുടെ മാർത്തോമാ സഭയുടെ ആപ്പുകളുണ്ട് കേട്ടോ. പല ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോഴും നമുക്കതൊക്കെ പ്രയോജനപ്പെടുത്താം. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ആപ്പിനെ മുഴുവനായിട്ടും ആശ്രയിക്കരുത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ ഒരു വലിയ കളി നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നതും വിറ്റഴിക്കപ്പെടുന്നതുമായ പുസ്തകം സത്യവേദ പുസ്തകമാണ്. അത് ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ നിങ്ങൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കണം. അച്ഛനപ്പോൾ ഒരു കാര്യം പറയും, പണ്ട് വിറ്റഴിക്കപ്പെട്ടതുപോലുള്ള പുസ്തകം ഇന്ന് വിറ്റഴിക്കപ്പെടുന്നില്ല. അടിച്ചു വെച്ച പല പുസ്തകങ്ങളും വേദപുസ്തകം ഇന്നും കെട്ടിക്കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 50% പോലും ഇപ്പോൾ വേദപുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ് നടക്കുന്നില്ലെന്നുള്ളതാണ്. ഈ പോക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഒരു 10-15 വർഷങ്ങൾക്കകം വേദപുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ് പോലും നമ്മുടെ ഈ മലയാളത്തിലുള്ളത് തന്നെ നിർത്തിപ്പോകുവാൻ സാധ്യതയുണ്ട് പ്രിയരെ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം. ഈ വേദപുസ്തകം നമ്മുടെ കരങ്ങളിൽ കിട്ടുവാൻ നമ്മുടെ പിതാക്കന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രിയരെ. അത് നമ്മൾ മറന്നു പോകരുത്, അത് നമ്മൾ വിസ്മരിക്കരുത്. കൊച്ചുകുറു എന്ന് പറയുന്ന ഒരു പത്തനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. സത്യവേദപുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ കിട്ടിയെന്നറിഞ്ഞപ്പോൾ, അത് ഇന്നൊരു സ്ഥലത്തുണ്ടെന്നറിഞ്ഞപ്പോൾ ദീർഘദൂരം റാന്തൽ വിളക്കുമായി യാത്ര ചെയ്ത ആ മനുഷ്യൻ ആ വീട്ടിൽ ചെന്ന വീട്ടുകാരോട് പറഞ്ഞു, വേദപുസ്തകം ഒന്ന് തരാമോ? ആ മനുഷ്യൻ വേദപുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് വായിച്ചിട്ട് പൊക്കോണം. ആ റാന്തൽ വിളക്കത്തിൻ്റെ വെളിച്ചത്തിൽ
വെളിച്ചത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് വേദപുസ്തകം വായിച്ച് ആത്മനിർവൃതി പ്രാപിച്ചുകൊണ്ട് സന്തോഷത്തോടും എനിക്കിതൊന്നില്ലല്ലോ എന്നുള്ള നിരാശയോടും പോയ മനുഷ്യൻ്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. അത് മറന്നു പോകല്ലേ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കാലം കഴിയും സമയം വരെയെങ്കിലും ഇതിൻ്റെ പ്രിൻറ്റിങ് കുറഞ്ഞു പോകുവാൻ നമ്മൾ ഇടവരുത്താതെ ഇതിനെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. ഞാൻ വളരെ സത്യമായിട്ട് പറയുന്നു, ഈ പുസ്തകം എടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയാത്തവൻ പാഠം വായിക്കാൻ വരണ്ട. ഞാൻ മാർത്തോമ സഭയിൽ ഒരു പള്ളിയിൽ മാത്രം ഒരാൾ വായിക്കുന്നത് കണ്ടു. വലിയൊരു ടാബൊക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് അദ്ദേഹം പാഠം വായിക്കുക, ഇങ്ങനെ തോണ്ടിയൊക്കെ വായിക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കണ്ടില്ല. ഞാൻ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾക്കെതിരല്ല, പക്ഷേ സത്യവേദ പുസ്തകത്തെ വിസ്മരിച്ചു കളയുവാൻ ഒരിക്കലും ഇടവരല്ലേ പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, നമ്മുടെ കർത്താവാറാണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഈ വേദപുസ്തകത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറയാം, എത്രയോ പൈസ നമ്മൾ എന്തിനെല്ലാം ഉപയോഗിക്കുന്നവരാ. വർഷത്തിലൊരു 2 പുസ്തകം നമുക്ക് വാങ്ങിക്കല്ലോ പ്രിയരെ. ചില പാൻറ്റിമാരൊക്കെ പറയും, എൻ്റെ കണ്ണിന് തീരെ കാഴ്ചയില്ല, വായിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഇരിക്കുന്ന നോക്ക് വലിയൊരു അക്ഷരത്തിലുള്ളതാണ്, ഇതിലും വലിയ അക്ഷരങ്ങളുള്ളതൊക്കെ ഉണ്ട്. നമ്മൾക്കെന്താ ഒന്ന് വാങ്ങിച്ചാൽ നമുക്കൊരു 2000 രൂപ ഒരു വർഷത്തിൽ നമ്മുടെ പുസ്തകത്തിന് വേണ്ടി ഒന്ന് വാങ്ങിക്കല്ലോ പ്രിയരെ. ഇത് നമ്മളല്ല പിന്നെ ആരാ വായിക്കേണ്ടത്? ഇത് നമ്മളല്ല പിന്നെ ആരാണ് വായിക്കേണ്ടത്? എനിക്കത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഈ സുവിശേഷത്തെ ഉയർത്തുന്നവരായി തീരുവാൻ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ഈ പുസ്തകം മുഴുവനായി വായിച്ചു തീർത്തിട്ടുണ്ട്? 2024 ഇപ്പോൾ ആരംഭിച്ചിട്ടില്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെയും, ഇത് മുഴുവനായി വായിച്ചവരെ ഞാൻ കൈപൊക്കിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടവരെ ആരുമില്ല. ഇടസമയത്ത് തിരുവല്ലയിലെ ഒരു ദേവാലയത്തിലെ ഒരു സംഭവം അല്ലെങ്കിൽ ഞാൻ പത്രത്തിൽ കൂടെ വായിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുടുംബത്തിലെ അവരെല്ലാവരും കൂടെ ചേർന്ന് സത്യവേദ പുസ്തകത്തിൻ്റെ പ്രതി അവർ കൈകൊണ്ട് എഴുതി പ്രിയരെ. ഇത്രയും വലിയൊരു പുസ്തകമായിട്ട് അവരുടെ കയ്യിൽ കിട്ടി. അതവർ ഫ്രെയിം ചെയ്ത് തിരുമേനിയെ കൊണ്ടാണ് അവിടെ പ്രകാശനമൊക്കെ ചെയ്യിച്ച് ആ പള്ളിയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു കത്തോലിക്ക ദേവാലയത്തിലെ കാര്യം ഞാൻ വായിച്ചു. ആ ഇടവക്കാരെല്ലാവരും കൂടെ ചേർന്ന് 3 മണിക്കൂർ കൊണ്ട് വേദപുസ്തകം എഴുതി തീർത്തു. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പേജ് കൊടുത്തു. ഒരാൾക്കൊരു പേജ് മാത്രം എഴുതിയാൽ മതിയായിരുന്നു, അല്ലെ 2, അല്ലെ 3, അല്ലെ 4. അവരെല്ലാവരും കൂടെ ചേർന്ന് സത്യവേദപുസ്തകം കൈകൊണ്ട് എഴുതി അത് ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചത്, വേദപുസ്തകത്തെ ഉയർത്തുന്നവരായി തീരുവാൻ, അതിനപ്പുറമായി നമ്മുടെ കർത്താവിനെ ഉയർത്തുന്നവരായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. 3, കർത്താവിനെ പ്രഘോഷിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കർത്താവിനെ പോലെ ലളിതമായി ഈ ലോകത്ത് ജനിച്ച് ജീവിച്ചിട്ടുള്ള വേറെ ആരുമില്ല. അവൻ്റെ ലാളിത്യത്തിൻ്റെ നിസ്തുല്യതയാണ്. ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ നേരം കർത്താവ് എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്? ഞാൻ പറയും, ഒരു ദൈവപുത്രനാണ്. ഒരു ദൈവപുത്രനായി ഞാൻ ഈ ലോകത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നോക്കും? എനിക്ക് പാർക്കാനുള്ള ഇടം ഒരു കൊട്ടാരമായിരിക്കണം, സുഖസൗകര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടായിരിക്കും. എന്നാൽ ദൈവകുമാരൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കൊട്ടാരങ്ങളെയും അന്തപുരങ്ങളെയും മട്ടുപ്പാവുകളെയും എല്ലാ സുഖസൗകര്യങ്ങളെയും വിട്ടുകളഞ്ഞ് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ഈ ലോകത്ത് ജനിച്ച് തൻ്റെ ശുശ്രൂഷ മുഴുവനും തികച്ച് തൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ അവസാനിക്കുന്നിടം വരെയും അവിടുന്ന് പാവപ്പെട്ടവനായി ജീവിച്ചു എന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുകയും, യേശു കർത്താവിൻ്റെ പേരിൽ ഒരു സമ്പാദ്യം ഈ ലോകത്തില്ല കേട്ടോ. യേശു കർത്താവിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ടില്ല, ഒരു സെൻറ്റ് സ്ഥലമില്ല, തനിക്ക് തന്നെ പാർക്കാനൊരു വീട് പണിത് ഉയർച്ചയില്ല, തൻ്റെ ഓർമ്മ നിലനിൽക്കട്ടെന്ന് വിചാരിച്ചൊരു പ്രതിമ സ്ഥാപിച്ചില്ല, ഒരു പുസ്തകം എഴുതി നമ്മുടെ കയ്യിൽ തന്നില്ല. പാവപ്പെട്ടവനായി തമ്പുരാൻ ഈ ലോകത്ത് പാർത്തു. യേശു കർത്താവ് ഇങ്ങനെ പാർത്തത് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, അവൻ പാപമൊഴികെ സകലത്തിലും നമുക്ക് അനുരൂപപ്പെട്ടവനാണ്. അങ്ങനെയാണെങ്കിൽ ബലഹീനരോട് സഹാനുഭൂതി കാണിപ്പാൻ കഴിവുള്ളവനാ. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ വേദനകളിലൂടെയും യേശു കടന്നുപോയിട്ടുണ്ട് കുഞ്ഞെ. അതുകൊണ്ട് വേദനിക്കുന്നവനെ യേശു കർത്താവിന് അറിയാം. ഓരോന്നോരോന്നായി നിർത്തി പറയട്ടെ. ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ ശബ്ദത്തിൻ്റെ പരിധിയിലുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം, വള്ളത്തിൻ്റെ അമരങ്ങളിൽ കിടന്നുറങ്ങിയ യേശു തമ്പുരാന് നിൻ്റെ വേദനയുടെ ആഴം അറിയാം. ഈ ലോകത്തിൽ ഒന്നും മീതിയില്ലാത്തവരുണ്ടോ? എൻ്റെ കുഞ്ഞിന് വേണ്ടി ഇന്ന് വരെയും ഒന്നും കരുതി വെക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ദൈവമേ നോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാം, സ്വന്തം പോക്കറ്റിലോട്ട് കൈയിട്ട് സ്വന്തമായ ഒരു നാണയം എടുക്കുവാനില്ലായിരുന്ന യേശു കർത്താവിന് ഒന്നുമില്ലാത്തവൻ്റെ വേദന അറിയാം. അരപ്പട്ടണിയും മുക്കാപ്പട്ടണിയുമായി കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ?
തങ്ങളുടെ ദാരിദ്ര്യാവസ്ഥ മറ്റുള്ളവരെ അറിയിക്കാതെ, മലയാള ഭാഷയിൽ പറഞ്ഞാൽ മുണ്ട് മുറുക്കി കൊടുത്ത് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, പലപ്പോഴും കൈകനികളും കതിരുകളും പറിച്ചു തിന്ന് വിശപ്പെടുക്കിയ യേശുവിന് വിശക്കുന്നവൻ്റെ വേദന അറിയാം. ഈ ലോകപ്രകാരം ജീവിത പങ്കാളിയില്ലായിരുന്ന, കുഞ്ഞുങ്ങളില്ലായിരുന്ന യേശു കർത്താവിന് ജീവിത പങ്കാളി ഇല്ലാത്തവൻ്റെയും ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവൻ്റെയും കുഞ്ഞുങ്ങളില്ലാത്തവൻ്റെയും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവൻ്റെയും വേദന അറിയാം. ഏകാന്തതയിൽ ഇരുന്നിട്ടുള്ളവനാണ് നമ്മുടെ കർത്താവ്. കർത്താവിന് ഏകാന്തതയിൽ ഇരിക്കുന്നവൻ്റെ വേദന അറിയാം. നമ്മൾ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച് ആരെങ്കിലും നമ്മളെ പഴിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ കളിയാക്കുന്നുണ്ടെങ്കിൽ, ദൈവവൈതലേ നീ എന്തിനു ഭാരപ്പെടണം? ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിന്ന ഏൽക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. അവന് നമ്മളെ അറിയാം. അവനാണല്ലോ, അതായിരിക്കണം നമ്മുടെയൊക്കെ ബലം. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പോകുകയാണ്. എന്നെ ബസ് സ്റ്റാൻഡിലോട്ട് കൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഞാൻ ഇരിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു, സാറെന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ ഇല്ലായ്മക്കാരനെ അറിയുന്ന ഒരു യേശു ഉണ്ടെന്ന്. ശരിയാണ് സാറേ. സാർ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പനും അമ്മയും സഹോദരിയും ഞങ്ങൾ 4 പേരും കരയുകയായിരുന്നു. ആ കുഞ്ഞിൻ്റെ അനുഭവം, അവൻ്റെ പിതാവ് ഒരു കച്ചവടക്കാരനാണ്. വീടിൻ്റെ ആധാരം കൊണ്ട് ഫെഡറൽ ബാങ്കിൽ പണയം വെച്ച് പണമെടുത്ത് കച്ചവടം തുടങ്ങി. നിർഭാഗ്യവശാൽ എല്ലാം പരാജയപ്പെട്ടു പോയി. വിറ്റുവാൻ വകയില്ലാതെ ഭാരപ്പെട്ടു. ജപ്തി നോട്ടീസ് പലിശ കയറി ജപ്തി നോട്ടീസ് ഇങ്ങനെ വരാൻ തുടങ്ങി. മറുപടി പറഞ്ഞ് അവരും അടുത്തു. അവസാനം മാനേജർ പറഞ്ഞു, ഇനി നിങ്ങൾക്കൊരു അവധി തരുവാൻ കഴിയത്തില്ല, 2 ആഴ്ചക്കകം നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ കുടുംബം പ്രാർത്ഥനയോടെ കാത്തിരുന്നു. എവിടുന്നെങ്കിലും ഒരു വഴി തുറക്കപ്പെടും. ഒരു വഴികളും അവർക്കായി തുറക്കപ്പെട്ടില്ല. അവസാനം 4 പേരും കൊണ്ട് തീരുമാനമെടുത്തു. ഒത്തിരി ആഗ്രഹിച്ചു വെച്ചൊരു വീടാണ്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരികയാണെങ്കിൽ നാണം കെട്ടവരായി ഇനിയും ജീവിക്കുന്നില്ല. അവരുടെ തീരുമാനം ജപ്തി ചെയ്യുന്ന ദിവസം ആത്മഹത്യ ചെയ്യണം. ആ ദിവസം വന്നെത്തി. വീണ്ടും മാനേജർ വിളിച്ചു, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് വരികയാ, എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴിയുമില്ല സാറേ, വന്നോളാൻ പറഞ്ഞു. പെട്ടെന്ന് ഇവർ അകത്തെ മുറിക്കകത്ത് കയറി കഥ കടച്ചു. വിശക്കുപ്പി തുറന്നു, ആഹാര സാധനത്തിനകത്തോട്ട് ഒഴിച്ചു. അത് കഴിക്കുവാനായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഈ സമയത്ത് ആരാണ് വരുന്നത്? മനസ്സില്ലാ മനസ്സോട് ചെന്ന് വാതിൽ തുറക്കുമ്പോൾ മറ്റൊരു മതത്തിൽപ്പെട്ടൊരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പൊതിക്കെട്ടുണ്ട്. അത് നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രയാസം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്നാൽ ഇത് 5 ലക്ഷം രൂപയുണ്ട്, പോയി നിങ്ങളുടെ കടം വീട്ട് എപ്പോഴെങ്കിലും മടക്കി തന്നാൽ മതി. ഈ കുഞ്ഞോർമ്മപ്പെടുത്തുന്നു, ഇല്ലായ്മക്കാരനെ അറിയുന്ന ഒരു യേശുവുണ്ട്. എൻ്റെ വാക്കുകൾ നിങ്ങളെ ആരെയും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പ്രസംഗിക്കുവാൻ പോയ മാർത്തോമ ഇടവകയിൽ അവർ ഇടത്തും വലത്തും മുൻപിലും പുറകിലുമൊക്കെ ഇരുന്ന് സർവശക്തനായ ദൈവത്തെ ആരാധിച്ച എത്രയോ സമ്പന്നന്മാരുണ്ടായിരുന്നു. എന്താ പ്രിയപ്പെട്ടവരെ, ആ പാവപ്പെട്ട കുടുംബത്തിനു വേണ്ടി, ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിനു വേണ്ടി ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ ആർക്കും കഴിയാതെ പോയത് ഒരു കാര്യം ഉറപ്പാ, എൻ്റെ നിങ്ങളുടെ ഇടത്തും വലത്തും മുൻപിലും പുറകിലും ഇരിക്കുന്നവർക്കൊന്നും നമ്മളെ ഉള്ളതുപോലെ അറിയത്തില്ല. ഒക്ടോബർ മാസത്തിൽ ഞാൻ ഡൽഹിയിൽ ഒരു ദേവാലയത്തിൽ പോയി. അന്നത്തെ ലാസ്റ്റ് ദിവസം ഒരു ശുശ്രൂഷയുണ്ട്. ഏകദിന വരുമാനം ഇടുകയാണ്. 65 വീട്ടുകാർ മാത്രമുള്ള പള്ളിയിൽ ഏകദിന വരുമാനം കിട്ടിയത് എത്ര രൂപയെന്നറിയാമോ? 5 ലക്ഷം രൂപയാണ്. അത്രയും 5 ലക്ഷം രൂപ എണ്ണി തിട്ടപ്പെടുത്തി ചുമതലക്കാർ അത് ലോക്കറിനകത്തൊക്കെ വെച്ച് പൂട്ടി സന്തോഷത്തോടുകൂടി അവർ നിൽക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാതാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സഹോദര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. എന്താണ് അമ്മാമേ വിഷയം? എൻ്റെ മകൻ്റെ ഫീസ് അടച്ചിട്ട് 3 മാസമായി. എപ്പോഴാണ് അവനെ കോളേജിൽ നിന്നും പറഞ്ഞു വിടുന്നെന്ന് അറിഞ്ഞുകൂടാ. പ്രിയരെ, എന്തൊരു വിരോധാഭാസമാണ്. ഒരു ദേവാലയത്തിൽ മുഴുവനായി 5 ലക്ഷം രൂപ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവർ നിൽക്കുമ്പോൾ ആ ദേവാലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു പാവപ്പെട്ട അമ്മ നിലവിളിക്കുകയാ, ദൈവമേ എൻ്റെ മകന് ഫീസ് കൊടുക്കുവാൻ നിവൃത്തിയില്ല. ഫീസ് കൊടുക്കാൻ നിവൃത്തിയുള്ളത് ചുമതലക്കാരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, എന്നാൽ അത് വിളമ്പിക്കൊടുക്കുവാൻ മനസ്സില്ല. നമ്മുടെ പല പള്ളികളിൽ കാണുന്ന വലിയൊരു പ്രശ്നമാണ് പ്രിയരെ. വേദനിക്കുന്നവനുണ്ടോ, ദുഃഖിക്കുന്നവനുണ്ടോ, ഭാരപ്പെടുന്നവനുണ്ടോ, അവന് വേണ്ടി കരം തുറക്കില്ല. ഒരു ക്യാൻസർ രോഗിയിൽ അപേക്ഷ കൊടുത്താൽ 500 അഭിപ്രായം പറഞ്ഞിട്ട് 2000 രൂപ എടുത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കൂട്ടി പള്ളിക്കാർ വരെ വെക്കുകയാ, സഭ വെച്ചുകൊണ്ടിരിക്കുകയാ. എന്നാൽ പാവപ്പെട്ടവൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം വിചാരിക്കുന്ന എന്തുവാ? ഇത് വിതരണം ചെയ്യുവാൻ കൊടുത്തിട്ടും ഇവരിത് കൂട്ടിവെക്കുകയാണല്ലോ. ഞാനിത് പറഞ്ഞത് സഭയുടെ ഘടന ഇങ്ങനെയൊക്കെയാ. ട്രസ്റ്റിമാർക്കോ ചുമതലക്കാർക്കോ സ്വന്തമായി
വ്യക്തമായി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എങ്കിലും എൻ്റെ വേദന ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ചുറ്റുപാടിരിക്കുന്നവൻ നമ്മളെ അറിയാതെ പോകുമ്പോൾ, സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവരൊക്കെ കൈമലർത്തി കാണിക്കുമ്പോൾ, നിന്നെ മറന്നു കളയാത്തൊരു ദൈവമുണ്ട്. അവൻ്റെ പേരാണ് യേശു. ജീവിതത്തിൻ്റെ അർദ്ധരാത്രികളിൽ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിലവിളിക്കണം. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കേട്ടോ. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കേണ്ട. അവൻ തക്ക സമയത്ത് വെളിപ്പെടുന്ന ദൈവമാണ്. സദു കൊച്ചുകുഞ്ഞുപദേശി കർത്താവിലേക്ക് നോക്കിക്കൊണ്ട്, ആ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട്, ആ ജീവിതത്തെ മുഴുവനായി നോക്കിക്കൊണ്ട് നല്ലൊരു പാട്ടെഴുതി. അതിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് പാടാം. അരക്കാശീനും മുതലില്ല തലചായ്പാനോ സ്ഥലമില്ലാതെ, അരക്കാശീനും മുതലില്ലാതെ തലചായ്പാനോ സ്ഥലമില്ലാതെ, 33 കൊല്ലം പാർത്തേലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തേലത്തിൽ പാർത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയം ഉൽക്കൂടാക്കി, വഴിയമ്പലം സയ്യാഗ്രേകം പുൽക്കൂടാക്കി, വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചോ. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചോ. കർത്താവേ, നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴോ സന്തോഷമേ. സ്വർഗത്തിലോ ഭൂമിയിലോ ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലോ ഭൂമിയിലോ ഇതുപോലില്ലോ രൂപം വേറെ. എത്ര ആഴമായൊരു പാട്ടല്ലേ! എന്തൊരു ഭാഷയാ! വഴിയാധാര ജീവിയായി നീ ഈ ഭൂലോകത്തെ സന്ദർശിച്ചു. മുന്നോട്ട് പോകട്ടെ. കർത്താവിനെ പ്രഘോഷിക്കുന്നതിന് അടുത്ത കാരണം എന്താ? കർത്താവിനെ പോലെ മനുഷ്യഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുള്ള വേറെ ആരുമില്ല. കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ ആ ഒരു ശൈലി കണ്ടില്ലേ? അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ലോകത്തിൽ ഇതുപോലെ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ വേറെ ഒരു ദൈവമില്ല, വേറെ ഒരു ഗുരുവില്ല, വേറെ ഒരു നേതാവില്ല. എത്രയോ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കവലതോറും കേൾക്കുകയാണ്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ തന്നെ മുക്കിനൊക്കെ ജാഥകളും പ്രസംഗങ്ങളും ഒക്കെയാണ്. എന്നാൽ ഈ പ്രസംഗങ്ങൾ കൊണ്ടൊന്നും ഒരു മനുഷ്യൻ്റെയും അന്തരംഗത്തിലൊരു രൂപാന്തരം, ഒരു മാറ്റം ഇന്നുവരെ വന്നതായി ഞാൻ കേട്ടിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു എന്നാൽ ഒരിക്കൽ പറഞ്ഞു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർച്ചപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഉയർത്തപ്പെടലിന് 2 ഭാഷയുണ്ട്. ഒന്ന് ക്രൂശിലേറിയാൽ, 2 ഉയർത്തെഴുന്നേറ്റാൽ സകല മനുഷ്യരെയും ഞാൻ എങ്കിലേക്ക് ആകർഷിക്കും. ഇത് വെറും വാക്കല്ലല്ലോ പ്രിയരെ. അവൻ്റെ അടുക്കൽ വന്ന 100 1000 10,000 ജനകോടികൾ അവൻ്റെ സാക്ഷികളായില്ലേ? ആർക്കും വേണ്ടാത്തവരായ വഴിത്തലക്കൽ കഞ്ചാവിനും മദ്യപാനത്തിനും അടിമപ്പെട്ട എത്രയോ ജീവിതങ്ങളെ വിളിച്ചു വേർതിരിച്ചവനാ കർത്താവായ യേശു ക്രിസ്തു. എത്രയോ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആരുടെയും കടമെടുത്തൊന്നും ഞാൻ പറയുന്നില്ല, അതിനുള്ള വേദിയല്ലിത്. എന്നാൽ ഇന്ന് രാത്രി എന്നിലേക്ക് നോക്കി ഞാൻ പറയാം, ഞാൻ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല, ഞാൻ ഇന്നുവരെ പുകവലിച്ചിട്ടില്ല.
എന്നാൽ ഞാനും ഒരു മാന്യനായ പാപിയായിരുന്നു. എൻ്റെ പാപസ്വഭാവങ്ങളിൽ ഏറ്റവും വലുത് ഞാനൊരു വലിയ സിനിമാ കാഴ്ചക്കാരനായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം രാവിലെ കോളേജിൽ പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരുവല്ലയിലോ ചങ്ങനാശ്ശേരിയിലോ ഉള്ള സിനിമാ തിയേറ്ററിലേക്ക് ഞാൻ പോകുന്നത്. പുതുതായി ഇറങ്ങുന്ന സിനിമകൾ അന്ന് തന്നെ കാണണമെന്ന് നിർബന്ധമുള്ളവനായിരുന്നു ഞാൻ. സിനിമാ തിയേറ്ററിനകത്ത് പോയി സിനിമയും കണ്ട് അതിനകത്തിരുന്ന് ഭക്ഷണവും കഴിച്ച് വൈകുന്നേരം 4 മണിയാകുമ്പോൾ കോളേജിൽ പോയവനെ പോലെ വീട്ടിലേക്ക് വരും. പിന്നെ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് റോഡിലോട്ട് പോകും. എനിക്കൊത്തിരി കൂട്ടുകാരുണ്ട്, 100% ഹൈന്ദവരായ കൂട്ടുകാരാ. അവരോടുകൂടെ കൂടിയിരുന്ന് അന്ന് കണ്ട സിനിമാ കഥ മൊത്തവും പറഞ്ഞു കേൾപ്പിക്കും. സിനിമാ പാട്ടുകൾ പാടി അവരെ രസിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, രാത്രി ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ ഉറക്കമായി കാണും. എൻ്റെ മാതാപിതാക്കന്മാർ ഭക്ഷണം വിളമ്പി വെച്ച് എന്നെ കാത്തിരിക്കുക. ചെന്ന ഉടൻ തന്നെ എൻ്റെ പിതാവിനെ ഉപദേശിക്കും, മോനെ നീ നന്നാകണം, നീ പഠിക്കണം, നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങൾ പാവപ്പെട്ടവരാ. 2 കൈയും കെട്ട് മുഴുവനും കെട്ടുകൊണ്ട് നിൽക്കും. പിറ്റേന്ന് രാവിലെ ഞാൻ പോകും സിനിമ കാണുവാൻ. മാതാപിതാക്കന്മാർ, ഗുരുക്കന്മാർ, സഹോദരങ്ങൾ, ദൈവമക്കൾ, നാട്ടുകാരൊക്കെ ഉപദേശിച്ചിട്ടും നന്നാകാത്ത എൻ്റെ ജീവിതത്തിൽ 29 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, പിന്നീട് ഇന്ന് വരെയും ഒരു സിനിമാ തിയേറ്ററിൻ്റെ പടി ഞാൻ ചവിട്ടിയിട്ടില്ല കേട്ടോ. ഒരു സിനിമ പാട്ട് പാടുവാൻ, ഒരു സിനിമ കഥ പറയാൻ എൻ്റെ അതരം തുറന്നിട്ടില്ല. സംഗീതക്കാരൻ പറയുന്നു, അവൻ എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അവനെ പ്രഘോഷിപ്പാൻ അവൻ എന്നെ വിളിച്ചു വേർതിരിച്ച് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മധ്യത്തിലുമാക്കിയിരിക്കുക. കർത്താവിനെ വിളിച്ചപ്പോൾ ഒരു സുവിശേഷകനാക്കാം, കൺവെൻഷൻ പ്രസംഗകനാക്കാം, വേദിയിൽ നിന്ന് വേദിയിലോട്ട് വിടാം എന്നൊന്നും കർത്താവിനോട് പറഞ്ഞില്ല. വിളിച്ചെന്ന ബോധ്യമുണ്ടായപ്പോൾ, അവൻ്റെ പുസ്തകം എടുക്കുവാൻ മടി കാണിക്കാതിരുന്നപ്പോൾ, ലോകത്തേത് സ്ഥലത്ത് നിന്നുകൊണ്ടും യേശു മാറ്റമില്ലാത്തവനാണെന്ന് പറയാൻ എനിക്കൊരു ലജ്ജയില്ല, മടിയില്ല. ഇന്ന് രാത്രിയിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥന നിർത്തണ്ട, രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മുഖ്യധാരയെ കൊണ്ടുവരുത്തുന്നൊരു ദൈവമുണ്ട്. ഞാൻ നിന്ന വേദിയിൽ, അച്ഛന്മാർ നിന്ന വേദിയിൽ 180 വർഷമായി ഹല്ലേലൂയ ദൈവമക്കൾ നിന്ന ഈ വേദിയിൽ നിങ്ങളുടെ തലമുറകളെ നിർച്ചുവാൻ ദൈവം ശക്തനാണ്. അവരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. പ്രിയരെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കണം. കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ തലമുറകളോട് പറയണം. പ്രിയാച്ചൻ പറഞ്ഞല്ലോ, ഞാൻ 46 വയസ്സുള്ളവനാണ്, എനിക്ക് എന്നിലും പ്രായം കുറഞ്ഞൊരു കൺവെൻഷൻ പ്രസംഗകൻ ഈ മേഖലയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു 15 വർഷങ്ങൾക്കപ്പുറം കൺവെൻഷൻ പ്രസംഗിക്കുന്ന ഒരു ഉപദേശി മർത്തോമ സഭയിൽ കാണത്തില്ല. നമ്മുടെ തലമുറകൾ വിടുമോ? തലമുറകളെ എഴുന്നേൽപ്പിക്കുമോ? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അയക്കുമോ? കർത്താവ് രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. മുന്നോട്ട് പോകട്ടെ. കർത്താവിനെ പ്രഘോഷിക്കുന്ന അടുത്ത കാരണം എന്താ? കർത്താവിനെ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തിട്ടുള്ള വേറെ ആരുമില്ല. കർത്താവിൻ്റെ നിസ്തുല്യത ഇങ്ങനെ പ്രസംഗിച്ചു വരുമ്പോൾ അവൻ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ ആ ഭാഗത്തൊരു നീതികേടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, കർത്താവ് അത്ഭുതം ചെയ്താലും അത്ഭുതം ചെയ്തില്ലെങ്കിലും അവിടുന്ന് ദൈവപുത്രൻ തന്നെ, യാതൊരു സംശയവുമില്ല. കർത്താവ് അത്ഭുതം ചെയ്തത് താൻ മിടുക്കനാണെന്ന് കാണിക്കാനൊന്നുമല്ല. തൻ്റെ അടുക്കൽ വന്ന പാവപ്പെട്ട രോഗികളെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അത്ഭുതം ചെയ്തത്. കർത്താവ് ചെയ്തതായിട്ടുള്ള ഈ അത്ഭുതത്തിൽ മനസ്സലിവ് കൊണ്ടാണെങ്കിൽ ഇന്നും കർത്താവിന് മനസ്സലിവുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഇന്നും അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ രോഗത്തോടെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. കർത്താവിന് നമ്മളെ സൗഖ്യമാക്കുവാൻ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമൊന്നുമില്ല. അവൻ നേരിട്ട് നമ്മളെ സൗഖ്യമാക്കുന്നവനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേവാലയത്തിൽ കടന്നുപോയി, പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് പോയി. ഒരു 10-30 കിലോമീറ്റർ വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ ആ ഇടവകയിലെ ട്രസ്റ്റി എന്നെ ഫോൺ ചെയ്യുകയാണ്. സാർ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഞാനിങ്ങ് പോരുന്നു. അയ്യോ, സാറിനെ കാണുവാൻ ഇവിടെ ഒരു പെൺകുട്ടിയും അവളുടെ പേരൻസും നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിനിയും തിരിച്ചു വരുവാൻ കഴിയില്ല. കാരണം എന്താ? അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാ, ഈ കുഞ്ഞിന് ഒരു 10-25 വയസ്സുണ്ട്. കുറേ ദിവസങ്ങളായി, മാസങ്ങളായി അവളുടെ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. നല്ലപോലെ പാടിക്കൊണ്ടിരുന്ന, നല്ലപോലെ സംസാരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാണ്. പല മരുന്നുകൾ കഴിച്ചിട്ടും ഒരു മാറ്റമില്ല. ടെസ്റ്റുകൾ പലത് ചെയ്തിട്ടും ഒരു
മാറ്റമില്ല. എന്നാൽ സഹോദര, നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് യേശുവിനോട് പ്രാർത്ഥിര്, അവൻ നേരിട്ട് സൗഖ്യമാക്കുന്നവനാണെന്ന്. ഈ കുഞ്ഞെന്ത് ചെയ്തെന്നറിയാമോ? അവിടെ വലത്തേരുമെടുത്ത് തൊണ്ടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞു, യേശുവേ നീ എന്നെ സൗഖ്യമാക്കണമേ. ആ നിമിഷം സ്വർഗത്തിലെ ദൈവം അവളെ സൗഖ്യമാക്കി. ഞാൻ ഇന്ന് വരെ അവളെ കണ്ടിട്ടില്ല, അവളുടെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. ആ ഇടവക ചുമതലക്കാരൻ പറഞ്ഞത് നിങ്ങളോട് സാക്ഷിച്ചെന്ന് മാത്രം. എന്തുകൊണ്ടെന്നാൽ കർത്താവിന് നമ്മളെ സൗഖ്യമാക്കുവാൻ അവന് ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യം വേണ്ട. അവൻ നേരിട്ട് നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. എന്നാൽ ഞാൻ കയറിയെന്ന് പറയട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നെന്ന് പറയുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് പ്രിയരെ. പലപ്പോഴും മനുഷ്യൻ അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. കൊറോണ വരുന്നതിന് മുമ്പ് നമുക്കറിയാമായിരുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട്, ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട്, ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവരും കിടന്നങ്ങ് ഉരുണ്ട് ആ പ്രകടനങ്ങൾ കാണിക്കുകയാണ്. പ്രിയരെ, ഇത് മുഴുവനും ഇത് നടത്തുന്നവന് പൈസ ഉണ്ടാക്കാനുള്ള വരുമാന മാർഗമല്ലാതെ മറ്റൊരു ആത്മീയതയും ഇതിനകത്തില്ല. യേശു കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇത് വേദപുസ്തകത്തിൻ്റെ ശുശ്രൂഷയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കൊറോണ വന്നപ്പോൾ ഇവരെ ആരെയും നമ്മൾ കണ്ടില്ല. എന്നാൽ ഇപ്പോൾ കൊറോണ മാറിയെന്ന് കണ്ടപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയും പിന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇടസമിതി സോഷ്യൽ മീഡിയയിൽ കേട്ട 1-2 കാര്യങ്ങൾ പറയാം. ഒരിക്കലും സ്ത്രീ പറയുന്നു അവൾ അവിടെ ഭർത്താവുമായിട്ട് ചെറിയൊരു പിണക്കത്തിലാണ്. എന്നാൽ വിദേശത്തുള്ള ഭർത്താവ് മാസത്തിൽ 2 പ്രാവശ്യം ഇവൾക്ക് ഫോൺ ചെയ്യും. ഭർത്താവിൻ്റെ പിണക്കമൊന്ന് മാറുവാൻ ഇവൾ പ്രാർത്ഥിച്ച് റെഡിയാക്കുന്ന ഒരു സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ അവരിവരുടെ വിഷയം കേട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം, പക്ഷേ ഇവിടെ 15,000 രൂപ അടയ്ക്കണം. എവിടെ ഇരിക്കുന്ന 15,000 രൂപ? പെട്ടെന്ന് നമുക്കൊരു ബുദ്ധി തോന്നി. മാല എടുത്തുകൊണ്ട് പണയം വെച്ചിട്ട് 15,000 രൂപ കൊണ്ട് അവിടെ അടച്ചു. പ്രാർത്ഥന തുടങ്ങി. കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രാർത്ഥനയ്ക്കൊരു മറുപടിയില്ല. മറുപടിയില്ലെന്നല്ല, മറുപടിയുണ്ട്. മാസത്തിൽ 2 പ്രാവശ്യം വിളിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് ഇപ്പം വിളിക്കുന്ന പോലുമില്ല. അവൾ അങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഹലോ, നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കണ്ട. പിന്നൊരു കാര്യമുണ്ട്, എൻ്റെ നിന്ന് മേടിച്ച പൈസ ഇങ്ങ് തിരിച്ചു തരണം. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനൊരു പരിപാടി ഇവിടെ ഇല്ല. ഉണ്ടോ? ക്രൈസ്തവ ലോകത്ത് അങ്ങനൊരു പരിപാടിയുണ്ടോ? ഇപ്പോൾ സ്വോത്രകാഴ്ച കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് പറയുക, എൻ്റെ ഒരു 500 രൂപ ഞാൻ അറിയാതെ അങ്ങ് ഇട്ടുപോയി, ഇങ്ങനെ തരാമോ എന്ന് ചോദിച്ചാൽ ആ അച്ഛൻ അതുവഴി അങ്ങ് പൊക്കോളാൻ പറയും. തിരിച്ചു കൊടുപ്പിലൊന്നും പരിപാടിയില്ല. അപ്പോൾ ഇവൾ പറഞ്ഞു, എനിക്ക് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുകാരൻ ഇവളെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരുപാട് ചിലവുണ്ട്, അങ്ങനെ ചിലവാ, ഇങ്ങനെ ചിലവാ. അവൾ പറഞ്ഞു, എന്തോ പറഞ്ഞാലും വേണ്ടില്ല, എനിക്കെൻ്റെ മാല എടുക്കണം, പലിശ നിങ്ങൾ തരണ്ട, അത് ഞാൻ എങ്ങനെയെങ്കിലും അടച്ചോളാം, നിങ്ങൾ ആ മാല എടുക്കാനുള്ള എൻ്റെ പൈസ ഇങ്ങ് തിരിച്ചതാ. അപ്പോൾ ഈ സ്ത്രീയെ ഈ മനുഷ്യൻ ഒരു തിയോളജി പഠിപ്പിച്ചു. സോണിയച്ചൻ പഠിക്കാത്ത ഒരു തിയോളജിയാണ്. ആ തിയോളജിയുടെ പേര് ബെരട്ടൽ തിയോളജി എന്ന അവസാനത്തെ തിയോളജിയാണ്. ആ സ്ത്രീയോട് മനുഷ്യൻ ചോദിക്കുക, ഇത് മേടിച്ചോട്ട് പോയി നിങ്ങൾ അനുഭവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർന്നില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആശുപത്രിയിലായാൽ നിങ്ങൾ ബില്ലടയ്ക്കണ്ട എന്ന് പറഞ്ഞാൽ ഇത് മേടിച്ചുകൊണ്ട് പോയി നിനക്കൊരു ശുഭവും വരാൻ പോകുന്നില്ലെന്നാ. പിന്നെ ആ സ്ത്രീ എന്തോ പറഞ്ഞെന്നറിയത്തില്ല, ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. എന്തിനാണ് പ്രിയരെ പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങനെ വഞ്ചിക്കുന്നത്, കളിയാക്കുന്നത്, പരിഹസിക്കുന്നത്? ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തിന് പോകുന്ന സ്ഥലത്ത് ഒരു വലിയൊരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. പേരൊന്നും ഞാൻ പറയത്തില്ല. അവിടെ ചെല്ലുന്ന ഉടനെ അവിടെ 250 രൂപ കൊടുത്തൊരു ഉടമ്പടിയുണ്ട് കർത്താവുമായിട്ട്. കർത്താവ് അവിടെ പാവപ്പെട്ടവനായിട്ട് പട്ടിണി കിടക്കുകയല്ലേ, പച്ചരി മേടിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഈ ഉടമ്പടിക്കൊരു കുഴപ്പമുണ്ട്, 3 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ചാർജ് അങ്ങ് തീർന്നു പോകും. നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ പിന്നെയും ചാർജ് ചെയ്യണം 250. ഇവിടുന്ന് ഒരു പത്രം വരുത്തുന്നുണ്ട്. ഈ പത്രം വന്നാൽ ഭയങ്കര അത്ഭുതമാണ്. ഒരു വീട്ടിലൊരു അമ്മാമ മോടെ കല്യാണം നടക്കുന്നില്ല, എന്തെന്നറിയാമോ? ഈ പത്രം എടുത്തുകൊണ്ട് വന്ന് മിക്സിക്കകത്ത് അടിച്ച് ചാറ് രൂപത്തിലാക്കി കറിക്കകത്ത് ചേർത്ത് മോക്ക് കഴിക്കാൻ കൊടുത്തു. ഇത് കഴിച്ചു നോക്കി, വല്ലാത്തൊരു ടേസ്റ്റ്. ആ കുഞ്ഞ് ചോദിച്ചു, എന്താ അമ്മ വല്ലാത്തൊരു രുചി? ഉടനെ അമ്മ പറഞ്ഞു, ഇന്നലെ വരെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്, ഇന്ന് മുതൽ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. 3 മാസം ഈ കുഞ്ഞിനെ ഈ അമ്മ ഇത് കഴിപ്പിച്ചു. വയറുവേദന സഹിക്കാൻ വയ്യാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചപ്പോഴാണ്, സ്കാൻ ചെയ്തപ്പോഴാണ് ഡോക്ടർമാർ കാണുന്നത് വയറിനകം മുഴുവനും നശിച്ച് കിടക്കുകയാണ്. അവസാനം വിളിച്ചു വരുത്തിയപ്പോൾ ഈ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ വേറൊരു കാര്യം കേട്ടോ, ഇദ്ദേഹം ഇങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്ന മനുഷ്യനാണ്. അപ്പോൾ ഈ സ്കൂട്ടർ ഓടിച്ചു പോകുമ്പം നെഞ്ചത്ത് കാറ്റടിക്കാതിരിക്കുവാൻ മനോരമ പത്രം വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ പത്രം വരുത്താൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ മനുഷ്യൻ്റെ വിചാരം, മനോരമ എന്തിനാണ് വെക്കുന്നത്, മനോരമ എടുത്ത് കളഞ്ഞിട്ട്
ഈ പത്രം എടുത്ത് വെച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോവുക. ഒരിക്കലും ഇങ്ങനെ ഓടിച്ചോടിച്ചോടിച്ച് പോകുമ്പോൾ പെട്രോൾ തീരാറായി. സാധാരണ പെട്രോൾ തീരാറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കും. 2 പെട്രോൾ പമ്പ് കണ്ടിട്ട് ഈ മനുഷ്യൻ പെട്രോൾ പമ്പിൽ കയറുന്നില്ല. ഈ മനുഷ്യൻ്റെ ചിന്ത, ഇവിടെ ഒരു അത്ഭുതം ഇന്ന് നടക്കണം. എങ്ങനെ അത്ഭുതം നടത്താൻ പോകുന്നത്? ഈ മനുഷ്യൻ വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് ഈ പത്രം ഇങ്ങോട്ട് എടുത്ത് 10-25 കഷ്ണമായിട്ട് വലിച്ച് കീറിയിട്ട് പെട്രോൾ ടാങ്ക് തുറന്ന് അതിനകത്തോട്ട് ഇതിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എവിടെ സ്റ്റാർട്ടാകാൻ? വണ്ടിയും തള്ളി വർക്ക്ഷോപ്പിൽ കൊണ്ടുചെന്നു. വർക്ക്ഷോപ്പുകാരൻ പഠിച്ച പണി 18 നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അവൻ ആയുധം വെച്ച് കീഴടങ്ങാൻ പോകുകയാ, എന്നേക്കുമായി വർക്ക്ഷോപ്പ് പണി നിർത്താൻ പോകുകയാ. അപ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നുമല്ലോ, പെട്രോൾ ടാങ്ക് തുറന്ന് നോക്കിയേക്കാം. അവൻ ടാങ്ക് തുറന്ന് നോക്കിയപ്പോൾ കിടക്കുകയാണ് പത്രത്തിൻ്റെ കഷണം. ഈ മനുഷ്യനെ വിളിച്ചു, ചേട്ടാ എന്താ ഇതിനകത്ത് കുറേ പത്രക്കടലാസ് കിടക്കുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ മനുഷ്യൻ റെക്കോർഡ് ചെയ്തു. ഇത് പറയുമ്പോൾ ആ വർക്ക്ഷോപ്പുകാരൻ്റെ ചിരി കേട്ടാൽ അറിയാം, ലോകത്തിൽ വിഡ്ഢികൾക്കൊരു സമ്മാനം കൊടുക്കണമെങ്കിൽ ഇവന് കൊടുക്കണം. ഇത്രയും വിഡ്ഢികളായ മനുഷ്യർ ക്രൈസ്തവ സമൂഹത്തിലുണ്ടല്ലോ പ്രിയരെ, അതോർത്ത് ഞാൻ ലജ്ജിക്കുകയാണ്. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്നാൽ ഇവനൊക്കെ ജനിക്കുന്നതിന് മുൻപേ യേശുവിനെ അനുഭവിച്ചവരല്ലേ നമ്മൾ ഓരോരുത്തരും. ഒന്ന് തിരിഞ്ഞു നോക്കിക്കുക പ്രിയപ്പെട്ടവരെ. കർത്താവ് എനിക്ക് എന്തോ ചെയ്തെന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ ചില കാര്യം ഞാൻ പുറകാരെ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അവൻ്റെ കരം തൊടാത്ത ആരും ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രിയരെ. അവൻ അത്ഭുതം ചെയ്യുന്നവനാ. എന്നാൽ ഇവരുടെ ഒന്നും ആവശ്യം നമുക്ക് വേണ്ട. എനിക്ക് പറയുവാനായിട്ട് സാധിക്കും, 46 വർഷം മുമ്പ് ഞാൻ ജനിച്ചു വീണപ്പോൾ ന്യൂമോണിയ ബാധിതനായി. 40-ലധികം ദിവസം മരണത്തോട് മല്ലടിച്ചു. ഡോക്ടർമാരെന്നെ കൈവിട്ടു. എൻ്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു, വീട്ടിൽ കൊണ്ടുവെക്കൂ, വീട്ടിൽ കിടന്ന് മരിക്കട്ടെ. എൻ്റെ അമ്മയ്ക്ക് 2 ആൺകുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ വലിയ വേദന. ഞാൻ ന്യൂമോണിയ ബാധിതനുമാണ്. എന്നാൽ വിദഗ്ധമായ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്ത എൻ്റെ മാതാപിതാക്കന്മാർ എന്നെയും എടുത്തുകൊണ്ട് വീട്ടിലോട്ട് നടന്നു പോകുമ്പോൾ അന്നിടവിടെ വികാരിയായിരുന്ന PG ജോർജ് എന്ന് പറയുന്നൊരു പട്ടക്കാരൻ ഞങ്ങളെ വഴിക്ക് വെച്ച് കണ്ട് എൻ്റെ പിതാവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ നോക്കിയപ്പോൾ അച്ഛന് മനസ്സിലായി ഞാൻ മരിക്കാൻ പോകുകയാ. അച്ഛൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇതുവരെ ഇവനെ മാമോദിസ മുക്കിയില്ലല്ലോ, ഒരു കാര്യം ചെയ്യും, നേരെ പള്ളിയിലോട്ട് കയറേ, ഇപ്പോൾ വേറൊരു മാമോദിസ അവിടെ നടക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഇവനെ കൂടെ നമുക്ക് മുക്കിയെടുക്കാം. മറ്റൊരാൾക്ക് വേണ്ടി ക്രമീകരിച്ച മാമോദിസയുടെ കൂട്ടത്തിൽ എന്നെയും മുക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് വേറെ വിഷയം, തലത്തൊട്ടപ്പനായി വല്യപ്പനെ വിളിച്ചു കൊണ്ടുവന്നിട്ടില്ല. അച്ഛൻ ചെന്ന് പള്ളിയിലെ ട്രസ്റ്റി ആയിരിക്കുന്ന ഒരു ഇടുക്കളയപ്പച്ചനുണ്ട്. ഇടുക്കളയപ്പച്ചനോട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ തലയൊന്ന് തൊടാമോ? ആ മനുഷ്യൻ ചോദിച്ചു, എന്തിനാച്ചാ, ഞാനാണോ തല തൊടേണ്ടത്? അവൻ്റെ വല്യപ്പനല്ലേ? അച്ഛൻ പറഞ്ഞില്ല സഹോദര, ഈ കുഞ്ഞിന് രാത്രി മരിച്ചു പോകും, നാളെ നമ്മൾ തന്നെ അവനെ ഇവിടെ കൊണ്ടുവന്ന് അടക്കണം, പിന്നെ ആര് തലത്തൊട്ടാലെന്തുവാ? ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു പിതാവ് എൻ്റെ തലത്തൊട്ടപ്പനായി മാറി. നെടുമ്പുറം ക്രിസ്തോസ് മാർത്തോമയുടെ കല്ലറയിൽ അടക്കപ്പെട്ടു പോകേണ്ടവനായിരുന്നു ഞാൻ. ഇന്ന് രാത്രി ഇത്രത്തോളം ആരോഗ്യത്തോടെ വലിയ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആയുസ് 46 വർഷം കർത്താവ് എനിക്ക് നീട്ടിത്തന്നു. എത്ര നാളുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എത്ര നാളുണ്ടോ അത്ര നാളും എൻ്റെ കർത്താവിനായി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. 2013 മാർച്ച് മാസം 3-ാം തീയതി ഞാൻ മംഗലാപുരം മുതൽ ഗോവ വരെയുള്ള 3 പള്ളികളിലേക്ക് പോയിരിക്കുകയാണ്. മംഗലാപുരത്ത് എന്നപ്പോൾ അറിയുന്നു, വീട്ടിലായിരിക്കുന്ന പിതാവിന് ചില ശാരീരിക പ്രയാസം. വീട്ടിലുള്ളവർ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാർ പറഞ്ഞത് 2 കിഡ്നികളുടെയും പ്രവർത്തനം നിലച്ചു പോയിരിക്കുന്നു. ഡയാലിസിസ് ആരംഭിച്ചു. എന്നാൽ എന്നെ ആ ഡയാലിസിസ് താങ്ങുവാൻ എൻ്റെ പിതാവിന് കഴിഞ്ഞില്ല. ശക്തമായൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഡോക്ടർമാർ ഇറങ്ങി വന്ന് പറഞ്ഞു, ആരെയെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോളാൻ. പലരും കയറി എൻ്റെ പിതാവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിതാവിന് മനസ്സിലായി മരിക്കാൻ പോകുകയാണ്. പിതാവ് എല്ലാവരോടും പറഞ്ഞു, എനിക്കവനെ അവസാനമായി ഒന്നുകൂടെ കാണണം. ശുശ്രൂഷയിലായിരിക്കുന്ന എന്നെ കണ്ടിട്ട് മരിക്കാൻ എൻ്റെ പിതാവ് ആഗ്രഹിച്ചു. ഞാൻ ശുശ്രൂഷയിൽ മറ്റൊരു ക്രമീകരണം ചെയ്തിട്ട് മടങ്ങി വരുമ്പോൾ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, എൻ്റെ പിതാവിനെ ഒന്ന് ശുശ്രൂഷിക്കുവാൻ നീ അവസരം തരണം. പ്രാർത്ഥന കേട്ട ദൈവം 1.25 വർഷം കൂടി എൻ്റെ പിതാവിന് ആയുസ് നീട്ടിത്തന്നു. 109 ഡയാലിസിസ് എൻ്റെ പിതാവിന് വേണ്ടി ചെയ്തു. 110ാമത് ഡയാലിസിസിന് കൊണ്ടുപോകുന്നതിൻ്റെ തലേ രാത്രിയിൽ സ്വന്തമായി പ്രത്യാശയോടെ പിതാവ് കണ്ണുകളെ അടച്ചു. 2013 നവംബർ മാസത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ശക്തമായൊരു നടുവിൻ്റെ വേദന. 2 ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു. 2 പേരും പറഞ്ഞു, യൂട്രസിൻ്റെ താഴെ ഒരു ഗ്രോത്ത് ഉണ്ട്. അവർക്കൊരു സംശയം, ക്യാൻസർ ആണോ എന്ന്. അഡ്മിറ്റാകുവാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ഓർക്കണം, രാവിലെ പിതാവിനെ കൊണ്ട് ഡയാലിസിസിന് കയറ്റും, എന്നിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യയെ വിളിച്ചു കൊണ്ടുവന്നു അതേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് ഡയാലിസിസ് കഴിയുന്ന പിതാവിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കും. പിന്നെയും വരും ഭാര്യയുടെ കൂടെ കുട്ടിയിരിക്കുവാൻ. 14 ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ആ റിസൾട്ട്
റിസൾട്ടുമായി ഡോക്ടറെ കാണുവാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ബിജു ബ്രദറെ, അങ്ങനെയൊരു മുഴ ഇപ്പോൾ അവിടെ ഇല്ല. യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. കഴിഞ്ഞ വർഷം ഇത് നോക്കിയ ഡോക്ടർ കാവുമ്പാവ് എബനേസർ മാർത്തോമ പള്ളിയിലെ അംഗമാണ്. കഴിഞ്ഞ മാസം എന്നോട് കൺവെൻഷന് പോയപ്പോൾ വേദപുസ്തകമൊക്കെ പിടിച്ച് ഡോക്ടർ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ഡോക്ടറാണ് എൻ്റെ ഭാര്യയെ നോക്കിയത്. ശുശ്രൂഷയെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുക്കൽ ഒന്ന് കരം തന്നിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ദൈവം എത്ര വലിയവനാ പ്രിയരേ. അവൻ്റെ കരങ്ങൾ എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാ കേട്ടോ. ഇതെങ്കിൽ എങ്ങനെ പറയാതിരിക്കും? ഇന്നും കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മകൻ 14 വയസ്സുള്ളവനാണ്. എൻ്റെ മൂത്ത മകൻ 5 വയസ്സ് വരെയും ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു. 5-ാമത്തെ വയസ്സിലൊക്കെ എന്തൊക്കെയോ പറയും, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ അവൻ്റെ IQ വളരെ കുറവാണ്. 14 വയസ്സുണ്ടെങ്കിലും അത്രത്തോളം IQ കുഞ്ഞിന് ഇല്ല. എന്താ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവനെ കൊണ്ട് കർത്താവ് ഇന്ന് സംസാരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു നാളിൽ പൂർണ്ണമായും എൻ്റെ പൈതലിനെ സ്വർഗ്ഗത്തിലെ ദൈവം വിടുവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ പാവപ്പെട്ടവനെ ഓർക്കണമേ എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാൻ കയറി ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു അത്ഭുതം കർത്താവിൽ നിന്ന് വരുന്നില്ല എങ്കിൽ നമ്മുടെ പ്രതികരണം എന്നാ? സന്ദ്രക്ക് മേശക്ക് അബേദനോ പറഞ്ഞു, രാജാവേ, അവൻ ഞങ്ങളെ വിടുവിക്കും. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ കിട്ടത്തില്ല. ആരാണ് യഥാർത്ഥ ഭക്തനെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നന്മകൾ കിട്ടുമ്പോൾ 100 സ്തോത്രം പറയുന്നവനല്ല, പിന്നെയോ പ്രതികൂലങ്ങളുടെ നടുവിലും മാറ്റമില്ലാത്തൊരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറയുന്നവനാ യഥാർത്ഥ ഭക്തൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കണം. വിദേശി പ്രാർത്ഥിച്ചോണം, കുഞ്ഞു പരീക്ഷയ്ക്ക് പോയിരിക്കുക. എന്തോ പരീക്ഷ അമ്മമ്മേ? 3-ാം ക്ലാസ്സിലെ പരീക്ഷ. 3-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് 1-ാം റാങ്ക് കിട്ടിയില്ലെങ്കിലോ സ്കൂളിൽ ചെന്ന് ക്ലാസ് ടീച്ചറിനോടും പ്രിൻസിപ്പലിനോടും ഒക്കെ വഴക്കുണ്ടാക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കട്ടെ, ജനിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്കൂളിൻ്റെ പടി ചവിട്ടുവാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജനിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇരുന്നിട്ടില്ലാത്ത, നടന്നിട്ടില്ലാത്ത, കൈകാലുകൾ ചലിപ്പിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനോഹരമായ ഭൂമിയെ ഒന്ന് കാണുവാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേൾക്കുവാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെൻ്റലി റിട്ടാർഡായ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓട്ടിസം എന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെയൊക്കെ കാണുമ്പോൾ എത്ര അത്ഭുതകരമായ നമ്മളെയൊക്കെ നടത്തുന്നത് ദൈവം. ഹല്ലേലൂയ. ഓട്ടിസം എന്നൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരമ്മ എന്നെ വിളിച്ചു കൊണ്ടുപോയി. ഈ കുഞ്ഞിനൊരു അന്ന് ഒരു 10-14 വയസ്സ് കാണും. ഈ കുഞ്ഞിൻ്റെ വരവ് കണ്ടാൽ ലോകത്തൊരു അപ്പനോ അമ്മയോ സഹിക്കത്തില്ല. ആ കുഞ്ഞിങ്ങനെ ഓടി വന്നിട്ട് ഡൈനിങ് ടേബിളിലോട്ട് കയറും, ടീപ്പോയിലോട്ട് കയറും. അവനങ്ങ് ഓടുകയാ. അവനെ പിടിച്ചു നിർത്തിയാൽ കുറേ നേരം ഒന്ന് നിൽക്കും, വിട്ടുകഴിഞ്ഞാൽ അവൻ ഓടും. പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോൾ ഈ അമ്മ എന്നോട് പറയുകയാണ്, സഹോദര, പ്രാർത്ഥിക്കുമ്പം ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞങ്ങൾ മരിച്ചു പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ മകൻ മരിക്കുവാനെന്ന് പ്രാർത്ഥിക്കണം. ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനൊരു പ്രാർത്ഥനാ വിഷയം പറയുന്നത്. അമ്മ പറയുന്നു, ഞങ്ങളുടെ ആയുസ്സുള്ള കാലത്തോളം ഞങ്ങളുടെ മകനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കാം. ഞങ്ങളുടെ കാലം കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞിനെ ആര് നോക്കും? ഞങ്ങൾ എത്ര പൈസ ഉണ്ടാക്കി കൊടുത്താലും ഞങ്ങളുടെ കുഞ്ഞിനെ അവർ ചങ്ങലക്കിടുമോ? ഞങ്ങളുടെ കുഞ്ഞിനെ അവരടിക്കുമോ? ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കുസൃതികളെ അവർ സഹിക്കുമോ? ഇങ്ങനെ കരയുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അല്ലപ്പള്ളി സെഹിയോൻ മാർത്തോമ പള്ളിയിൽ വചന ശുശ്രൂഷ കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഒരു മാതാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. മൂത്തവനെ വിളിച്ചു. 40 വയസ്സുകാരൻ വരികയാണ്, മെൻ്റലി റിട്ടാർഡാണ്. 2-ാമത്തവനെ വിളിച്ചു. 35 വയസ്സുകാരൻ വരികയാണ്, മെൻ്റലി റിട്ടാർഡാണ്. വാർദ്ധക്യത്തിൽ തണലായി തിരുമെന്ന് വിചാരിച്ച 2 ആൺകുഞ്ഞുങ്ങളും ബുദ്ധിക്കുറവുള്ളവരായ കാലത്തെ അവസ്ഥ ചിന്തിക്കാൻ കഴിയുമോ പ്രിയരെ? ഞാൻ മാമയോട് ചോദിച്ചു, മാമേ, കുഞ്ഞുങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമോ? മാമ പറഞ്ഞു, ഇളയവൻ വലിയ കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ ചെയ്യും. എന്നാൽ മൂത്തവൻ ഇപ്പോഴും ബാത്റൂമിൽ കയറുമ്പോൾ ഈ അമ്മാമ വേണം ചെന്ന് കഴുകി കൊടുക്കാൻ. 40 വയസ്സുള്ള മകൻ്റെ ശരീരത്തിലെ അഴുക്കുകൾ ബാത്റൂമിൽ കയറി കഴുകി കൊടുക്കുന്ന അമ്മയുടെ വേദന മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാർക്ക് എത്ര പേർക്ക് സാധിക്കും? പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ചോദിക്കട്ടെ, ആണായാലും പെണ്ണായാലും ആരോഗ്യമുള്ളതിന് ദൈവം തന്നെങ്കിൽ നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യമുള്ളവരാ. കുഞ്ഞുങ്ങൾക്ക് 100-ൽ 98 കിട്ടിയാലും വീട്ടിൽ വരുമ്പോൾ
അപ്പനും അമ്മച്ചു ബാക്കിയുള്ള എന്താടാ നീ മേടിക്കാഞ്ഞത്, വേണേ ഒരു തല്ലും കൂടെ കൊടുക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, എൻ്റെ മകനെയൊക്കെ പരീക്ഷയ്ക്ക് കൊണ്ട് ആ സ്കൂളിൻ്റെ വാതിക്കൽ വിടുമ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയുള്ളൂ, ദൈവമേ 100-ൽ 10 മാർക്കെങ്കിലും സ്വന്തമായി എൻ്റെ മകന് കിട്ടണമേ. അങ്ങനെ പ്രാർത്ഥിച്ച അധഭാഗ്യനായ ഒരപ്പനാണ് ഞാൻ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ, ഈ ആയുസ്സിൽ നമ്മൾക്കൊരു പ്രാർത്ഥന മതി. ദൈവമേ, വീട് പണി നടക്കട്ടെ, നടക്കാതിരിക്കട്ടെ, വിസ വരട്ടെ, വരാതിരിക്കട്ടെ, ഇതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങൾക്ക് ഈ ആയുസ്സോളം ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തും. ഞങ്ങൾ ഈ ആയുസ്സോളം ഞങ്ങൾ നിന്നെ സ്നേഹിക്കും. ഈ ആയുസ്സോളം ഞങ്ങൾ നിന്നെ ഉയർത്തും. ഇതിനപ്പുറമൊന്നും നമുക്ക് ഈ ലോകത്തിൽ പറയുവാനില്ല പ്രിയപ്പെട്ടവരെ. മുന്നോട്ട് പോകട്ടെ, എനിക്കിനിയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. 3 കാര്യങ്ങൾ കൂടെ പറയുവാൻ എൻ്റെ മുന്നിൽ ഉണ്ട്. യേശു കർത്താവിനെ പോലെ മരിച്ച ആരുമില്ല കേട്ടോ. യേശു കർത്താവിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് വേറെ ആരുമില്ല. യേശു കർത്താവിനെ പോലെ മടങ്ങി വരാമെന്ന് പറഞ്ഞ വേറെ ആരുമില്ല. കർത്താവിൻ്റെ മരണം ഒരു വിപ്ലവകാരുടെ മരണമൊന്നുമല്ല. അവൻ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നതാ. ഞാനും നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് നിങ്ങൾക്കും വേണ്ടി മരിച്ചവനാണ് കർത്താവ്. പിലാത്തോസിൻ്റെ കൽത്തളം മുതൽ കാൽവരിയുടെ കൊലം വരം വരെയും അവൻ ഭാരമേറെ കുരിശുമെടുത്തുകൊണ്ട് കടന്നുപോയി. അവൻ്റെ പുറമുഴവയാലുപോലെ കീറി. അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. സകല മാനവജാതിയുടെയും പാപഭാരത്തെ സ്വന്തം തോളിലേന്തി കാൽവരിയിലേക്ക് കടന്നുപോയി. 2 കള്ളന്മാരുടെ നടുവിൽ കൊള്ളക്കാരനെ പോലെ അവൻ തൂക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ക്രൂശിലേക്ക് നോക്കി പറയണം, യേശുവേ, നീ ക്രൂശിതനായത് എന്നെ സ്വർഗത്തിലെത്തിക്കുവാനാ, എന്നെ പിതാവിനോട് നിരപ്പിക്കുവാനാ, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായ നമ്മുടെ വർഗത്തെ അവൻ രക്ഷിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവൻ മരണത്തിൻ്റെ മേൽ ജയം കൊണ്ടാടി എന്നാണ് പൗലോസ് പറയുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റ് പ്രിയരെ, അതുകൊണ്ടാണ് യേശുവിനെ പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത് കേവലം കേൾവികൾ കൊണ്ടല്ല, പിന്നെയോ ഞങ്ങളവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. യോഹന്നാൻ പറഞ്ഞു, ഞങ്ങളവനെ കണ്ടതാ, ഞങ്ങളവനെ തൊട്ടതാ, ഞങ്ങളവനോടുകൂടെ ചേർന്ന് നടന്നതാ. ഞങ്ങൾക്കിത് പറയാതിരിക്കുവാൻ സാധ്യമല്ല. 152 വർഷം പിന്നിടുന്ന വിശ്വാസ സമൂഹമേ, നിങ്ങളവൻ്റെ മഹിമ കണ്ടിട്ടുണ്ടോ? അവൻ്റെ മഹിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ സാക്ഷികളായിട്ടുണ്ടോ? ഇന്ന് വരെ ഒരാളോടെങ്കിലും നമ്മുടെ കർത്താവ് നല്ലവനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരാൾക്കെങ്കിലും ഒരു വേദപുസ്തകം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ദൈവസന്നിധി ചെല്ലുമ്പോൾ എന്ത് പ്രതിഫലമാണ് നമ്മളെ കാത്തിരിക്കുന്നത് പ്രിയരെ? എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? കർത്താവേ, ഈ ആയുസ് മുഴുവനും തന്നു, നീ വീണ്ടെടുത്തു, നിന്നെക്കുറിച്ച് സാക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന വേദനയോടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കർത്താവ് വിളിക്കുന്നു, അവൻ്റെ സാക്ഷികളാകുക. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഇളയ മകൻ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അപ്പേ, എന്നോടുകൂടെ എൻ്റെ അടുത്തിരിക്കുന്നതായ ഒരു മുസ്ലിം പെൺകുട്ടി പറയുന്നു അവരുടെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്ന്. ഞാൻ പറഞ്ഞു, മോൻ എന്തോ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല അപ്പേ. ഞാൻ പറഞ്ഞു, ഇനിയും പറയുകയാണെങ്കിൽ മോൻ ലാസറിൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം. യേശുപ്പച്ചൻ ചെയ്ത അത്ഭുതങ്ങളൊക്കെ മോൻ പഠിച്ചിട്ടുണ്ടല്ലോ, അത് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയാൻ ശ്രമിച്ചതെന്നറിയാമോ? അവർ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം പെൺകുട്ടി 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി മദ്രസയിൽ പോയി പഠിച്ച കാര്യങ്ങൾ അവളോടുകൂടെ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് പറഞ്ഞെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, യോബ് വരെ പഠിച്ചിറങ്ങിയ നമ്മുടെ കുഞ്ഞുങ്ങൾ റഫറൻസോടുകൂടെ 10 വാക്യം പറയാൻ പറഞ്ഞാൽ പറയുമോ പ്രിയരെ? ഹല്ലേലൂയ. എങ്ങോട്ടാണ് നമ്മുടെ ഈ പോക്ക്? ഇതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? മത്സര പരീക്ഷയുടെ തലേ ദിവസം പഠിപ്പിച്ച് ടോപ്പ് മാർക്ക് മേടിപ്പിച്ചോ എന്നല്ല ഈ ചോദിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര പേര് ദൈവവചനവുമായി ബന്ധിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ഇതവർക്ക് കൊടുക്ക്. അവരുടെ മരണം പര്യന്തം വരെയും ഇതവർക്ക് ഏറ്റവും മുതൽക്കൂട്ടായിരിക്കും. കർത്താവിനെ പോലെ മടങ്ങി വരാമെന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല. പൗലോസ് പറയുന്നുണ്ട്, ഒരുവനേ വരുവാനുള്ളൂ, അവൻ വരും നിശ്ചയം. നമ്മുടെ പ്രിയ കർത്താവ് വരും പ്രിയരെ. കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി സഭ കാത്തിരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെയും മടങ്ങി വരവിന് വേണ്ടി ലോകത്താരും കാത്തിരിക്കുന്നില്ല. കാൾ മാർക്സ് വരുമെന്ന് പ്രതീക്ഷിച്ചാണോ കമ്മ്യൂണിസ്റ്റുകാർ ഈ വലിയ സിന്ദാബാദ് വിളിച്ച് നടക്കുന്നത്? കോൺഗ്രസ്സുകാർ ഗാന്ധിജി വരുമെന്ന് പറയുന്നുണ്ടോ? ലോകത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയുന്നുണ്ടോ ഞങ്ങളുടെ നേതാക്കന്മാർ ഇനിയും മരിച്ചെടുത്തു എന്ന് വരുമെന്ന്? ആരും പറയുന്നില്ല. കാരണം അവർക്കറിയാം അവർക്കാർക്കും മടങ്ങി വരുവാൻ കഴിയില്ല. എന്നാൽ മടങ്ങി വരാമെന്ന് പറഞ്ഞ ഒരുവിനേ ഉള്ളൂ, അവൻ വരും നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. താമസിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, കള്ളം വരുന്നത് പോലെ ആ നാഴിക വരുന്നു, ഉണർന്നിരിപ്പീൻ, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവീൻ. കർത്താവിൻ്റെ വരവുമായി
ബന്ധപ്പെട്ട് ഒരുക്കമുള്ളവരായിരിക്കാൻ അവൻ നമ്മളെ വിളിക്കുന്നു. കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് വാക്യങ്ങൾ ഒരുപാട് പറയാൻ പോയ സമയമെടുക്കും. 2 കാര്യങ്ങൾ പറയും, ഞാൻ പ്രാർത്ഥിക്കും. ഒന്ന്, കർത്താവ് പറഞ്ഞു അത്തി തളിർക്കുമ്പോൾ വേനലെടുത്തെന്ന് മനസ്സിലാക്കണം. അത്തി ആരാണെന്നറിയാമോ? യഹൂദ ജാതിയാണ്. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഈ യഹൂദന്മാർ ചിതറിപ്പോകും, എന്നാൽ ചിതറിപ്പോകുന്ന യഹൂദൻ തളിർക്കും, അവൻ മടങ്ങി വരും. 1948 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ യഹൂദൻ മടങ്ങി വന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പോലും തൃശ്ശൂരും മാളയിലും കൊച്ചിയിലുമൊക്കെ താമസിച്ച യഹൂദന്മാർ 1948 രാഷ്ട്രം സ്ഥാപിതമായി. അതിൽ 90% ആളുകൾ ഇന്ന് മടങ്ങിപ്പോയി കഴിഞ്ഞു. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും യഹൂദൻ മടങ്ങി വന്നു. ഇത് ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, 1930 ഒരു ഉപദേശി എന്ന് പ്രസംഗിക്കുക, യഹൂദൻ മടങ്ങി വരും, നമ്മളൊക്കെ ചിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ 2024 പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാം വചനം നിവൃത്തിയായിരിക്കുന്നു. 2, ഈ പുസ്തകം ക്രോഡീകരിച്ചപ്പോൾ ഇങ്ങനെ എഴുതുക, അന്ത്യനാളിൽ ഈ ലോകം ഭരിക്കാൻ ഏകാധിപതി വരും, അവനൊരു നമ്പർ ഉണ്ടായിരിക്കും 666. ഈ വെളിപാട് പുസ്തകം എഴുതുമ്പോൾ ലോകത്തൊരു ഗ്രാമപഞ്ചായത്ത് പോലും ഇല്ലെന്ന് ഓർക്കണം. അതാ വചനം പറയുന്നു, ലോകം മുഴുവനും ഭരിക്കാൻ ഒരു മനുഷ്യൻ വരുമെന്ന്. ഇന്നൊരു ഏക ലോക ഗവൺമെൻറ്റിനു വേണ്ടി മനുഷ്യൻ കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഇത് വചനത്തിൻ്റെ നിവൃത്തിയാണ്. നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ്റെ പേരിന് വലിയ പ്രസക്തിയില്ല കേട്ടോ. ഇന്ന് പേരുകൾക്ക് നമ്പറുകളായി മാറിക്കഴിഞ്ഞു. ആധാർ കാർഡാണ് ഏറ്റവും നല്ല തെളിവ്. ആധാർ കാർഡ് വന്നപ്പോൾ ഗവൺമെൻറ് പറഞ്ഞതെന്നറിയാമോ? അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത്, ഇതൊരു ID തിരിച്ചറിയൽ കാർഡ് മാത്രമാണ്. നമ്മളെല്ലാം ക്യൂ നിന്ന് തിരിച്ചറിയൽ കാർഡായിട്ട് ഇത് വാങ്ങിച്ചു. നമ്മളെല്ലാവരുടെയും കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ പറയുക, ഗ്യാസിന് സബ്സിഡി വേണോ ലിങ്ക് ചെയ്യാൻ? വെയിലും കൊണ്ട് ക്യൂവിൽ നിന്ന് നമ്മളൊക്കെ ഗ്യാസിന് വേണ്ടി നിന്നവരാണ്. പിന്നീട് പറയുകയാ, നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ എങ്ങോട്ട് എടുക്കണോ ലിങ്ക് ചെയ്തോളാൻ, പെൻഷൻ കിട്ടണോ, ശമ്പളം കിട്ടണോ. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരു സർക്കാർ ഓഫീസിൽ ചെന്നിട്ട് നമ്മുടെ അഡ്രസ്സൊന്നും പറയേണ്ട, ആധാർ കാർഡിന് നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. നമ്മളെക്കുറിച്ചുള്ള മുഴുവൻ രേഖകളും അതിനകത്തുണ്ട്. 8 ബാങ്കിലായിട്ട് 8 കോടി ഇട്ടിരിക്കുക, ആരും അറിയുന്നില്ലെന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ പാൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥൻ, ടാക്സിൻ്റെ ഉദ്യോഗസ്ഥൻ ബട്ടൺ അടിക്കുമ്പോൾ അവനറിയാം നമുക്ക് എവിടെയൊക്കെ നമ്മുടെ സമ്പാദ്യം കിടപ്പുണ്ടെന്ന്. ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വരുന്നു, നമ്മുടെ ഭൂമിയുമായി ആധാർ കാർഡ് ബന്ധിക്കാൻ പോവുകയാണ്. ഒറ്റ തണ്ടപ്പേരായി മാറുകയാണ്. കേരളത്തിലും ഗോവയിലും കാശ്മീരിലും എവിടെല്ലാം വാങ്ങിച്ചിട്ടിട്ടുണ്ടോ അതെല്ലാം ഒറ്റ തണ്ടപ്പേരിൽ വന്ന് അത് എല്ലാവരും അറിയാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇതെല്ലാം നമ്പറിൻ്റെ കളികളായി മാറുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രവചന നിവൃത്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും വിശ്വസിക്കരുതോ? ഈ പുസ്തകം തന്നെ വിളിച്ചു പറയുന്നു, യേശു മടങ്ങി വരും. അവൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായി നമുക്കായിരിക്കാം. 2 കാര്യം ഉറപ്പാണ്. ഒന്നിൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമ്മുടെ പ്രിയം വെച്ച കർത്താവ് വരും. ഇതിനെതിരാണ് എപ്പോൾ നടക്കുന്നത്, മുന്നവേ നടക്കുന്ന നമുക്കറിഞ്ഞുകൂടാ. ഇത് 2നും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഇന്ന് രാത്രി വചനം കേട്ട് ഭവനത്തിലേക്ക് പോകുന്നു, നമ്മൾ കിടക്കുകളിലേക്ക് പോകുന്നു. നാളെ രാവിലെ ഉണരുമോ നമുക്കാർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് രാത്രി ഒരു പ്രത്യാശ വേണം. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ ഉണരുമ്പോൾ കർത്താവേ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. അല്ല, ഇന്ന് രാത്രിയിൽ കാഹളം ധ്വനിച്ചാൽ മരിച്ചവരക്ഷരായി വിറക്കുമ്പോൾ ഞാനും കാണും കർത്താവേ, ആ കൂട്ടത്തിലെന്ന് പറയുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായി തീരട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പൗലോസ് പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ആകാശമേഘങ്ങളെ വാഹനമാക്കി കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ മുന്നവ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിൻ്റെ വരവെങ്കിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ എടുക്കപ്പെടും, അല്ല മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉയർക്കപ്പെടും. ഏതിനും ഒരുക്കമുള്ളവരായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് പറഞ്ഞു, എങ്ങനെയെങ്കിലും 1-ാം പുനരുത്ഥാനത്തിൽ എനിക്ക് പങ്കാളിയാകണം. പൗലോസിൻ്റെ പോലെ കർത്താവിൻ്റെ വേല ചെയ്ത ആരുമില്ലെന്ന് ഇന്നലെയും നമ്മൾ കേട്ടല്ലോ. എന്നാൽ ആ പൗലോസ് പറയുകയാ, എങ്ങനെയെങ്കിലും എനിക്ക് 1-ാം പുനരുത്ഥാനത്തിൽ പങ്കാളിയാകണം. പിടിച്ചെന്നോ ഓടിയെന്നോ നേടിയെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം, കർത്താവിനോടുകൂടെ ചേരണം. ഈ വലിയ പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രത്യാശയുള്ള ദൈവമക്കളെ, ഇന്ന് കർത്താവ് വന്നാൽ, അല്ല ഇന്ന് ഞാൻ ഈ ലോകത്ത് നിന്ന് മറ്റപ്പെട്ടാൽ ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കും. പ്രതിഫലം കൊടുക്കുവാൻ പേർ വിളിക്കുമ്പോൾ എൻ്റെയും പേര് അതിൻ്റെ ഉള്ളിൽ കാണും. അങ്ങനെ പറയാൻ കഴിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ വരവെങ്കിൽ ഞാനും കാണപ്പെടും, ഞാനും എടുക്കപ്പെടുമെന്ന് പ്രത്യാശിക്കുന്ന ദൈവമക്കൾ
ഈ പാട്ടിൻ്റെ ഒരു ഈരടി ഇവിടെ പാടുമ്പോൾ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ പാടുവാൻ പോകുന്ന ഈരടിയും മരണവീടുകളിൽ നമ്മൾ പാടാറുള്ളതാണ്. എന്നാൽ ഇതൊരു മരണപ്പാട്ടല്ല, പ്രത്യാശയുടെ ഗാനമാണ്. കർത്താവിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ചേർന്നേടുമേ വേഗം ഞാനോ മാക്കൂട്ടത്തിൽ ശുദ്ധരോടോ നീച്ച് ങ്ങാന നീപ്പാൽ ലോക വേണ്ട എനിക്കൊന്നും എൻ്റെ നാഥൻ്റെ സന്നിധോ ചേർന്നാൽ. എത്രയോ മരണവീടുകളിൽ പോയി നമ്മളിങ്ങനെ പാടിയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നമുക്കൊരു മരണമുണ്ടെന്ന് വിചാരിച്ച് പാടിയിട്ടുണ്ടോ? ഓ, എനിക്ക് വലിയ പ്രായമൊന്നുമായില്ല, ഞാൻ ചെറുപ്പമാ. മരണത്തിന് ചെറുപ്പം വലിപ്പമൊന്നുമില്ല പ്രിയരേ. കൊച്ചു കുഞ്ഞു പ്രായമുള്ളവനെന്നൊന്നും മരണത്തിനില്ല. ഒരു നാളിൽ നമ്മളെ തേടി വരും മരണം. ആരെയും ഭയപ്പെടുത്തത്തില്ല, ഞാൻ അങ്ങനെ സുവിശേഷം പറയാറില്ല. എന്നാൽ ഇനിയും ഒരു മരണപടി നമ്മുടെ ദേവാലയത്തിൽ മുഴങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയാണോ? അറിഞ്ഞുകൂടാ. എൻ്റെ ദേവാലയത്തിൽ ഇനി ഒരു മരണമണി അടിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണോ? എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് ഉറപ്പുണ്ട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ ചേർക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളൂ നീ നിർത്തേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിലടിയാനും നിൻ മുൻപിൽ കാണേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിലടിയാനും നിൻ മുൻപിൽ കാണേ. ദൈവമായ കർത്താവേ, രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. നീ ആരാണെന്ന് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചല്ലോ. നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ കർത്താവേ. നീ ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തി നിൽക്കുകയും ജീവിക്കുകയും ഇന്ന് ഞങ്ങളെ ചേർക്കാൻ വേഗം വരികയും ചെയ്യുന്നതോർത്തെ സ്തോത്രം. നിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കാണപ്പെടുവാൻ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്ന് ആദ്യമായി നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പാപജീവിതത്തോട് വിട പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവരുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കണമേ. അവരെ നിൻ്റെ സന്നിധിയിലേക്ക് നീ വിളിച്ച് വേർതിരിച്ച് അല്ലെങ്കിൽ ഒരു മകനാക്കി മകളാക്കി തീർക്കണമേ. ജീവൻ്റെ പുസ്തകത്തിൽ അവരുടെ പേര് എഴുതണമെന്ന് പ്രാർത്ഥിക്കുകയാ കർത്താവേ. പിന്മാറ്റക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മടക്കി വരച്ചണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാ. ഞങ്ങൾക്കൊരാഗ്രഹമേ ഉള്ളൂ, ഞങ്ങൾക്കൊരു പ്രത്യാശയുള്ളൂ. ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ കാണപ്പെടണം. ഞങ്ങൾ ഈ ദേവാലയത്തിനുള്ളിൽ അനുഭവിച്ച ആത്മീയ സന്തോഷം നിൻ്റെ സന്നിധിയിലും അനുഭവിപ്പാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം.